या सृष्टिस्रष्टुरद्या वहदिविधिहृदं या हविरि या जहोत्रि यदि कालशुदित्तविषयगुणाया स्थिता व्याप्य विश्वं यामाहु सर्वबीजप्रविया प्राणिनं प्राणवन्तं प्रचिच्छादिप्रपन्नस्सरिभिरवतु वस्ताभिरष्टाभिरीश अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ 114ാമത് ഹിന്ദുമത പരിഷത്തിൽ അതിൻ്റെ പ്രാരംഭ ദിവസമായി ഇന്ന് തന്നെ ഒന്നാമത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. സ്വാഗത ഭാഷണം നടത്തിയ സമിതിയുടെ മഹാമണ്ഡലത്തിൻ്റെ ട്രഷറർ സമ്മാനനായ ശ്രീ സോമനാഥൻജി അവർകൾ, കൃതജ്ഞത പറയുന്ന ഇതിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട രാജ്കുമാർ, വേദിയിലും സദസ്സിലുമായി ധാരാളം പരിചിതരുണ്ട്. ഒത്തിരി സന്തോഷമാണ്. ഈ പരിപാടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്നു. അന്നും ക്ഷണിച്ചതും ഇപ്പോൾ ക്ഷണിച്ചതും അഡ്വക്കേറ്റ് ഹരിദാസാണ്, ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ വലിയ സംഘടനയായ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒക്കെയാണ്. ഹിന്ദു ഐക്യവേദിയുടെ വൈസ് പ്രസിഡൻറ്റും ഒക്കെയാണ്. അദ്ദേഹത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നത് കൂടാതെ എല്ലാ ഭാരവാഹികളും അംഗീകരിച്ചെങ്കിലേ വരാൻ പറ്റും. സെക്രട്ടറി ഞാൻ വന്നുടനെ തന്നെ ഓഫീസിൽ വന്ന് പറഞ്ഞത്, രാജ്കുമാർ വന്ന് പറഞ്ഞത്, ഈ മണ്ഡലത്തിലെ പ്രഭാഷകർ ആരായിരിക്കണം തീരുമാനിച്ചപ്പോൾ ഒന്നാമത്തെ പേര് അടിയൻ്റെ പേരാണ് പറഞ്ഞത്. വലിയ 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 സന്തോഷമാണ്. നമുക്ക് വലിയ അവസരങ്ങളാണ്, ഒരുപാട് സന്തോഷമാണ്. ഈ പ്രഭാഷണത്തിൻ്റെ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ ആളുകൾ കുറവാണെങ്കിലും വളരെ ദൂരങ്ങളിൽ മൈക്കുള്ളത് കൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നത് കൂടാതെ ഇത് റെക്കോർഡ് ചെയ്യാൻ, ഇത് കേരളമല്ല ലോകം മുഴുവനുള്ള മലയാളികൾ കാണുന്നതാണ് നമ്മുടെ ഈ പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചെല്ലാം പോയി കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് നിന്ന് അവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ചെറുകോൽപ്പുഴ പ്രസംഗിച്ച കൂട്ടത്തിലെ ശബരിക്ക് ശ്രീരാമചന്ദ്രൻ കൊടുത്ത 9 ഉപദേശങ്ങളിൽ 3 പറഞ്ഞുള്ളൂ, സമയം കിട്ടാത്തതുകൊണ്ട് പോയി, ബാക്കി 6 എന്ന് പറഞ്ഞു തരുമോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുന്നു, ഇത് ലോകം അറിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഈ സദസ്സ് വലിപ്പ ചെറുപ്പം ഞാൻ നോക്കാറേയില്ല, അതെനിക്ക് വിഷയവുമല്ല. തന്നിരിക്കുന്ന വളരെ സമഗ്രമായൊരു വിഷയമാണ് ഭഗവത്ഗീതയിലെ മാനവികതയുടെ കാലരസതന്ത്രം. ഒപ്പം സദസ്സിലുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ. ഡോക്ടർ ലത എൻ്റെ പഴയ കൂട്ടുകാരിയാണ്. പിന്നെ സോമൻ ചേട്ടനും ഭാര്യയും കോഴഞ്ചേരിക്കാരാണ്. അവർ ബോംബെയിലാണ്, താനെയിൽ. കഴിഞ്ഞ മാസം അവർ താനെയിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികളാണ്. അവർ നാട്ടിലുണ്ട്, അവരെത്തിയിരിക്കുന്നു. പിന്നെയും പലരും പരിചിതർ ധാരാളം സദസ്സിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നും തന്നെ പറയുന്നില്ല. സമഗ്രമായ വിഷയങ്ങളാണ് എപ്പോഴും ചെറുകോൽപ്പുഴ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പരിപാടികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഗൗരവമേറിയ വിഷയങ്ങളാണ്. അതിൽ തന്നെ ഭഗവത്ഗീതയെപ്പറ്റി സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വർണ്ണനകൾക്കപ്പുറമാണ്. ഒന്നാമതിൻ്റെ ജന്മനക്ഷത്രം തന്നെ അഷ്ടമി രോഹിണിയാണ്. അതുകൊണ്ട് ഇതെല്ലാം നിയോഗങ്ങളാണ്. സനാതനധർമ്മം പഠിക്കാനും ഭഗവത്ഗീത പഠിക്കാനും സംസ്കൃതം ആഴമേറി പഠിക്കാനും ഒക്കെ സാഹചര്യമുണ്ടാക്കിയത് സ്വാമി ചിന്മയാനന്ദജിയുടെ ഗീതാജ്ഞാന യജ്ഞം
ആദ്യം മുതൽ അവസാനം വരെ കേട്ടിരുന്നതാണ്. അതുവരെ ഭഗവത്ഗീത എന്താണെന്നോ ഹിന്ദുധർമ്മം എന്താണെന്നോ സംസ്കൃത ഭാഷ എന്താണെന്നോ യാതൊരു വിവരവുമില്ല. ഭഗവത്ഗീത അത് ഞങ്ങളന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയമാണ്. വീട്ടിലോട്ട് പോകാൻ വേണ്ടി ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ അറ്റാച്ച്മെൻറ്റ്. അമ്മയെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമായിരുന്നു. ഓഗസ്റ്റിൽ ക്ലാസ് തുടങ്ങി, ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷൻ കിട്ടി. ഇപ്പം 3-4 മാസമായിട്ട് അമ്മയെ കാണാത്ത പ്രയാസം കൊണ്ട് അമ്മയെ കാണാൻ വേണ്ടി തോളിൽ എയർ ബാഗ് നോക്കിക്കൊണ്ട് മാഞ്ഞാലിക്കുളം നികത്തി അതൊരു വലിയ ഗ്രൗണ്ടാക്കി. 1972 കഥയായി പറയുന്നു. ആ ഗ്രൗണ്ടിൽ വലിയ ജനക്കൂട്ടം. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രൊണൗൺസിയേഷൻ കൊണ്ടാണ്. വെടിച്ചില്ല് പൊട്ടുന്നത് പോലെ ഇംഗ്ലീഷ് പറയുന്ന ഈ പ്രഭാഷണം നടത്തുന്ന വ്യക്തിത്വം. കോണ്ടംപ്ലേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എഫൽഗന്റ് ഓഫ് ഡിവൈൻ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞു അടിച്ച് തകർക്കുന്നു. ഇതാരപ്പ പ്രസംഗിക്കുന്നത്? പന്തലിൻ്റെ വെളിച്ചെന്ന് മൂലയിൽ നോക്കി. അപ്പോഴൊരു കൃഷഗാത്രനാണ്. ഒരു കാഷായ വസ്ത്രം ഉടുത്തൊരു കാഷായ ഇത് ഷാള് തോളിലിട്ട് ഗിൽറ്റ് വെച്ച കണ്ണട വെച്ച നെഞ്ചറ്റം താടിയും വെച്ച് ഇരുന്ന് സംസാരിക്കുന്നു. സ്വാമി ചിന്മയാനന്ദജിയാണ്. ഗീതാജ്ഞാന യജ്ഞം തുടങ്ങുകയാണ്. ആദ്യത്തെ യജ്ഞമാണ്. സാധാരണ ഗീതാജ്ഞാന യജ്ഞം നടത്തുമ്പോൾ എല്ലാ ആചാര്യന്മാരും പിൽക്കാലത്ത് ഞാൻ കേട്ടത് എല്ലാവരും ആദ്യം വ്യാഖ്യാനിക്കുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ. ഈ ശ്ലോകം കൊണ്ടാണ് എല്ലാ ആചാര്യന്മാരും തുടങ്ങുന്നത്. ചിന്മയാനന്ദജി എല്ലാ കാര്യത്തിലും എൻറ്റയർലി ഡിഫറൻ്റാണ്. അവിടുന്ന് തുടങ്ങിയത് 2ാമത്തെ ശ്ലോകമാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. അതിൽ അവിടുന്ന് അവതരിപ്പിക്കുന്നത് പരിത്രാണായ സാധൂനാം, സാധുവിനെ രക്ഷിക്കാനാണ് ഭഗവാൻ വരാം എന്ന് പറഞ്ഞത്. ആരാണ് ഈ സാധു എന്നാണ് ഈ അവതരിപ്പിക്കുന്നത്. അന്ന് വരെ എൻ്റെ വിചാരം സാധുക്കളെന്ന് പറഞ്ഞാൽ വസ്ത്രം വാങ്ങാൻ നിർവാഹമില്ലാത്തവർ, വിരകെട്ടി മേയാൻ നിർവാഹമില്ലാത്തവർ, പട്ടിണി കിടക്കുന്നവർ, ഇവരൊക്കെയാണ് സാധുക്കളെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. അവിടുന്ന് അവതരിപ്പിക്കുന്നു സദാചാരം അനുഷ്ഠിക്കുന്നവൻ സാധു, അവനെ രക്ഷിക്കാനാ ഭഗവാൻ വരാമെന്ന് പറഞ്ഞു. അല്ലാതെ പട്ടിണി കിടക്കുന്നവരെ അങ്ങനെയുള്ളവരെ അല്ല. അങ്ങനെ പിന്നെ ചേരി പ്രദേശമൊന്നും കാണത്തില്ലല്ലോ. ഭഗവാൻ വരണമെന്ന് പറഞ്ഞത് സദാചാരം അനുഷ്ഠിക്കുന്നവൻ സാധു. ഈ സാധുവിൻ്റെ വർണ്ണനയാണ് ചിന്മയാനന്ദജി അവതരിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോൾ വീട്ടിൽ പോകുന്ന കാര്യം മറന്നു, അമ്മയെ മറന്ന്, ലോകം തന്നെ മറന്നുപോയി. പിറകിലെ ഒരു കസേര കയറിയിരുന്നു. പിന്നെ മുന്നോട്ട് 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 നീങ്ങി. 3 മണിക്കൂർ ഈ സാധു അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നിലത്തെ കസേരയിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ബാക്കി നാളെ. പിന്നെ ഞാനങ്ങനെ വീട്ടിൽ പോകും. ഇതിൻ്റെ ബാക്കി കേൾക്കാതെ പോകാൻ പറ്റുമോ? അന്ന് ടെലഫോണും സൗകര്യങ്ങളൊന്നുമില്ല. ജനറൽ പോസ്റ്റ് ഓഫീസിൽ വന്ന് വീട്ടിലേക്ക് ടെലഗ്രാം ചെയ്തു, ക്രിസ്മസ് അവധിക്ക് വരുന്നില്ല. പിറ്റേന്ന് വീണ്ടും പോയി. 7 ദിവസം 21 മണിക്കൂർ കൊണ്ട് സാധു ആരെന്ന് ഏകദേശം അദ്ദേഹം അവതരിപ്പിച്ചു. പിന്നെ നടന്ന സംഭവമൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. അതൊന്നും ഇവിടെ പരാമർശിക്കേണ്ട വിഷയമല്ല. അത് കഴിഞ്ഞ് പിന്നെ സമാധിയാകുന്നത് വരെ കേരളത്തിൽ എവിടെല്ലാം ഗീതാജ്ഞാന യജ്ഞം നടത്തിയോ അത് മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ജോലിയിലായിരിക്കുന്ന സമയത്തും ഒക്കെ അദ്ദേഹം നേരത്തെ അറിയിക്കും. പിന്നീട് ഞാൻ വളരെ പരിചയമായതുകൊണ്ട് നേരത്തെ അറിയിക്കും. അതനുസരിച്ച് അവധിയെടുത്ത് അങ്ങ് പോകും, പോയിരുന്ന് കേൾക്കും. സ്വാമി ചിന്മയാനന്ദയുടെ യജ്ഞം, ഗീതാജ്ഞാന യജ്ഞം ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സ്വാമി വിവേകാനന്ദന് ശേഷം പാശ്ചാത്യ ലോകം ഏറെ താല്പര്യത്തോടെ കേട്ടിരുന്നത് ഈ മഹാനുഭാവന്റെ പ്രഭാഷണമാണ്. ഓരോന്നിനും പ്രത്യേകമായ ഔട്ട്ലുക്കാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ആദ്യകാലത്തൊക്കെ കേട്ടിരുന്നത്. ഗീത പഠിക്കാൻ പാടില്ല, ഗീത തൊടാൻ പാടില്ല, നരകത്തിൽ പോകുന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചത്. സ്വാമിജിയുടെ യജ്ഞം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകാൻ സാധ്യത കൂടുതലാന്ന് മനസ്സിലായി. അന്നു മുതൽ അതിൽ ആസക്തനാണ്. ആഴമേറിയ സാഗരം എനിക്ക് അവതരിപ്പിക്കാൻ എത്ര സമയമെടുത്താലും ഒരിക്കലും മടുക്കുകയില്ല. പക്ഷേ നിയന്ത്രിതമായ സമയത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ചുരുക്കണം. ആശയങ്ങളുടെ വിധാനത്തിൽ ചിന്തയുടെ ഗോപുരം തീർക്കലാണ് ഒരു പ്രഭാഷകന്റെ ദൗത്യം. കാണുന്ന സ്വപ്നങ്ങളല്ല,
വിസ്തരിക്കുന്ന സ്വത്വങ്ങളും സത്യങ്ങളും വേണം പ്രഭാഷണത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ മുള്ളുകളും മുഴക്കങ്ങളും ഉണ്ടാകണം. ആ പ്രഭാഷണത്തിന്റെ നിയതമായ വഴികളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഭഗവത്ഗീത അവതരിപ്പിക്കാൻ സത്യമായും എനിക്ക് ഭയമാണ്. കാരണം ഗീതയിൽ കൈവെക്കുമ്പോഴുള്ള ഭയം, കാളിദാസ മഹാകവി രഘുവംശം വർണ്ണിച്ചപ്പോൾ ആദ്യം പറഞ്ഞ അവസ്ഥയാണ്. ക്വ സൂര്യപ്രഭവോ വംശ ക്വച അല്പവിഷയാമതി തിതീർഷു ദുസ്തരം മോഹാദ് ഉടുബേന അസ്മി സാഗരം. രഘുവംശത്തെ കുറിച്ച് കാളിദാസൻ പറഞ്ഞതാണ് തുടക്കത്തിൽ തന്നെ. ക്വ സൂര്യപ്രഭവോ വംശ, സൂര്യവംശം എവിടെ നിൽക്കുന്നു? ക്വച അല്പവിഷയാമതി, അല്പമാത്രം അറിവുള്ള എന്റെ അവസ്ഥ എന്താണ്? തിതീർഷു, ഞാൻ ആഗ്രഹിക്കുന്നു. ദുസ്തരം, തരണം ചെയ്യാൻ പ്രയാസമുള്ള സാഗരം കടക്കാൻ ആഗ്രഹിക്കുന്നു. ഉടുബേന, ഒരു ചെറിയ മരത്തടി കൊണ്ട്, പൊങ്ങുതടി കൊണ്ട് അലറിമറിയുന്ന സാഗരം കടക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് കാളിദാസ മഹാകവി പറഞ്ഞുപോയ അവസ്ഥയിലാണ് ഭഗവത്ഗീതയിൽ കൈവെക്കുമ്പോൾ ഞാനുണ്ടാകുന്നത്. 700 ശ്ലോകങ്ങൾക്ക് 70,000 വ്യാഖ്യാനം ഇറങ്ങിയിട്ട് ഇപ്പോഴും ഭഗവത്ഗീത എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. പിന്നെയും ബാക്കിയാണ്. അതിലെ അതിമനോഹരമായ ഒരു ആസ്പെക്റ്റാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. ഈ നിധികൾ തിരിച്ചറിയാൻ നമ്മുടെ സമൂഹം ഒരുപാട് പുറകോട്ട് പോയി, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ മൂല്യം കണക്കാക്കുന്നത്, അതിന്റെ വില കണക്കാക്കുന്നത് ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോ കെമിക്കലിന്റെ സമ്പത്ത് കൊണ്ടോ സ്വർണനിധിയുടെ സമ്പത്ത് കൊണ്ടോ അല്ല. ആ നാടിന്റെ സംസ്കാരമാണ് ഒരു രാജ്യത്തിന് മൂല്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയോ സംസ്കാരങ്ങൾ ഉണ്ടായി. മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ബാബിലോണിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഗ്രീക്ക് സിവിലൈസേഷൻ, പ്രീ ക്രിസ്ത്യൻ റോമൻ സിവിലൈസേഷൻ. ഇതിനെല്ലാം സിവിലൈസേഷൻ എന്നേ പറയൂ, നാഗരികത. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയില്ല, ഇന്ത്യൻ കൾച്ചർ എന്നേ പറയൂ. അതാണ് എൻ്റെ വ്യത്യാസം. സിവിലൈസേഷൻ മീൻസ് നാഗരികത. നഗരമായി നാഗരികത വന്നു. അതിന് ഉത്ഭൂതമായ നിയതമായ ഒരു കാലഘടനയുണ്ട്. ഏതു സമയം അത് നശിച്ചും പോകാം. ഈ പറയപ്പെട്ട സംസ്കാരങ്ങൾ വേരൂടിയ പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ബാബിലോണി എന്ന് പറയുന്ന ഇറാഖിലാണ്, ഗ്രീക്കിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു പഠിതാവിന്റെ അന്വേഷണ ബുദ്ധിയോടെ സഞ്ചരിച്ചാൽ ഈ പറഞ്ഞ സിവിലൈസേഷന്റെ ഒരണുപോലും നമുക്കിപ്പോൾ ഒരു തിരിശേഷിപ്പും കിട്ടുകയില്ല. പക്ഷേ ഭാരതത്തിന് സിവിലൈസേഷൻ എന്ന് പറയത്തില്ല, ഇന്ത്യൻ കൾച്ചർ, സംസ്കാരം, അതിന്റെ വേരോട്ടം ഒരു കാലത്തും കൽപ്പാന്ത കാലത്തോളം നശിക്കുകയേയില്ല. അതിന്റെ അടിസ്ഥാന ശിലയാണ് ഭഗവത്ഗീത. ചിരപുരാതനമായ ഭഗവത്ഗീത അത്യന്താധുനികവുമാണ്. അതാണ് അതിന്റെ മാനവികതയുടെ ഏറ്റവും വലിയ മാനദണ്ഡം. കാലരസതന്ത്രം പറയുമ്പോൾ തന്നെ അതിന്റെ രസതന്ത്രവും അതിന്റെ ഫിസിക്സും ഭൗതിക ശാസ്ത്രവും ഒക്കെ അളന്നെടുക്കാൻ കഴിയുമോ? ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ E=mc² എന്ന് പഠിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, ഈ റിലേറ്റിവിറ്റി തിയറി ഞാൻ പഠിച്ചതിന്റെ കാരണം ഭാരതത്തിന്റെ ഉപനിഷത്തുകളും ഭഗവത്ഗീതയുമാണ്. ഐൻസ്റ്റൈൻ എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യം. ഭഗവത്ഗീത ഉപനിഷത്ത് തന്നെയാണ്. കാരണം അതിന്റെ ഓരോ അധ്യായവും അവസാനിക്കുമ്പോ ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മ ശാസ്ത്രം, ഇങ്ങനെ യോഗശാസ്ത്രം, ബ്രഹ്മജ്ഞാനം തുടങ്ങിയ എല്ലാം കൂടെ ചേർന്നതാണ് ഓരോ അധ്യായത്തിന്റെയും അവസാനം. അത് എടുത്തു പറയുന്നത് ഉപനിഷത്ത് തന്നെയാണ് ഗീത. ഗീത തന്നെയാണ് ബ്രഹ്മജ്ഞാനം, അത് തന്നെയാണ് യോഗശാസ്ത്രം. ഐൻസ്റ്റൈൻ അത് എഴുതി വച്ചിരിക്കുന്നു. വിക്ടോറിയ രാജ്ഞിയെ കാണാൻ മഹാത്മാഗാന്ധി ചെന്നപ്പോ മഹാത്മാഗാന്ധിയെ കയറ്റിവിട്ടില്ല. കാരണം അവർക്ക് പ്രോട്ടോക്കോൾ ഉണ്ട്. പാന്റും ടൈയും കോട്ടും കെട്ടിയ ആളുകളെ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. ഗാന്ധിജിയുടെ
പാൻറ്റും ടൈയും എന്താന്ന് നമുക്കറിയാം അല്ലേ? ഒറ്റ കൊണ്ടുകൊടുത്ത് ടൈ വെളിയിൽ കാണിക്കാൻ കൊള്ളത്തില്ല അല്ലേ? അങ്ങനെ ഷർട്ടും ഒന്നുമില്ല, അങ്ങനെ പോകുന്നത്. മുട്ടോളമെത്തുന്ന മുണ്ടുടുത്തങ്ങനെ മുത്തച്ഛനന്നു മുതൽ കർത്തനഗ്നനായി നഗ്നപാദന്റെ കഴലിന്റെ നൊമ്പരം ശൂദ്രന്റെ അസ്പൃശ്യതാ പരിതാപവും സ്വാതന്ത്ര്യ നിശ്ചിപ്പതിൻ ശിക്ഷയാം പീഡനങ്ങളും ഒക്കെ ഏറ്റെടുത്ത മനുഷ്യനാണ്. ഒറ്റ മുണ്ട് ഉടുത്തിട്ടുള്ള, ഒരു മുണ്ട് പുതച്ചിട്ടുണ്ട്. വിക്ടോറിയയെ കാണാൻ പോകുമ്പോൾ പുതച്ചിട്ടുമില്ല, ഒറ്റ മുണ്ട് ഉടുത്തിട്ടേ ഉള്ളൂ. സെക്യൂരിറ്റിക്കാർ കാറ്റി വിടത്തില്ല. അദ്ദേഹം കർക്കശ ബുദ്ധിക്കാരനാണ്. പിടിച്ച കൊമ്പിൽ തന്നെ നിൽക്കുന്നല്ലാതെ ഒരു വിട്ടുവീഴ്ചയില്ല. എനിക്ക് വിക്ടോറിയയെ കാണണ്ട, അങ്ങ് തിരിച്ചു പോവുക. ആ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് പാശ്ചാത്യരോട് ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, യു വാല്യൂ ദ വാല്യുബിൾസ്, വി വാല്യൂ ദ വാല്യൂസ്. അത് പറയാൻ ഗാന്ധിജിയെ പഠിപ്പിച്ചത് ഭഗവത്ഗീതയാണെന്ന് വള്ളത്തോട് എഴുതി വെച്ചിട്ടുണ്ട്. ഗീതയ്ക്ക് മാതാവായ നാട്ടിലെ ഇങ്ങനെ ഒരു സിംഹം ജനിക്കൂ എന്ന് വള്ളത്തോട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിലമതിക്കുന്നത് വാല്യുബിൾസ്, വില പിടിച്ച സാധനങ്ങളെയാ. ഞങ്ങൾ വിലമതിക്കുന്നത് വാല്യൂ ആണ്, മൂല്യമാണ്. ഗാന്ധിജി കാണാതെ തിരിച്ചു പോയിരുന്നു. ഡെപ്ത് അറിയാതെ, എന്താണ് ഭഗവത്ഗീത എന്നറിയാതെ വിമർശിക്കുന്നവരുണ്ട്. ഭാരതീയ പുരാണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ അന്ധനാനയെ കണ്ടതുപോലെ ഉദാഹരണം പറയാറുണ്ട്. ഞാനിപ്പോൾ പറയുന്ന ഉദാഹരണം അങ്ങനെയല്ല, അന്ധനാനയെ കണ്ടതുപോലെ എന്നല്ല. നമ്മുടെ കുറെ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയായി ഒരു 3-ാം ക്ലാസ്സുകാരൻ കയറി. ജനാധിപത്യത്തിന്റെ പരാജയത്തിൽ ഒന്നാണ്. അവരാണ് നമ്മുടെ സെന്റ് ഓഫിലെ, ഞാനൊക്കെ കോളേജിൽ പഠിച്ചത്, നമ്മുടെ സെന്റ് ഓഫിലെ അതിഥിയായിട്ട് വിളിച്ചത് ആ മന്ത്രിയാണ്. അപ്പൊ അതേയൊക്കെ കോളേജിലുണ്ട്. ആ മന്ത്രിയാണ് വിളിച്ചത്. ഒരു മാരാമാണ്ടാൻ വന്നു. അയാൾ എന്ത് ചെയ്തു? ആർട്ട് ഗാലറി കാണാൻ പോയി. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുള്ള ആർട്ട് ഗാലറി കാണാൻ പോയി. രാജാവ് രവിവർമ്മയുടെ ചിത്രങ്ങൾ എത്ര മനോഹരമാണ്, എന്തുതരം പെയിന്റുകളാണ് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ലൈവാണ് ആ ചിത്രങ്ങൾ, വിത്തൗട്ട് എനി കെമിക്കൽ ട്രീറ്റ്മെന്റ്. അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് ദമയന്തിയും ഹംസവും ഇരിക്കുന്ന കണ്ടാ തോന്നുന്നു ഇപ്പൊ ഹംസം പറക്കും, ദമയന്തി ഇപ്പൊ വർത്താനം പറയാൻ തോന്നുന്നു. അത്ര ലൈവാണ്. മുഴുവൻ ചിത്രങ്ങളും ആർട്ട് ഗാലറി മുഴുവൻ മന്ത്രി കണ്ടു. 3-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഗൈഡ് ചോദിച്ചു, സാർ, തിരുവനന്തപുരത്തുകാരനാ, സാർ പടങ്ങളൊക്കെ കണ്ട് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരു പെണ്ണ് ഒരു കോഴിയും കൊണ്ട് നിൽക്കുന്നില്ലേ, അതാ ഇഷ്ടപ്പെട്ടത്. കാരണം ഇയാൾ ആളൊരു കോഴിയാ, അതുകൊണ്ടായിരിക്കണം അല്ലേ? അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി ഇയാള് മന്ത്രിയുടെ ഉടുപ്പേ പിടിച്ചവര്, സാർ അത് കോഴിയല്ല, പിന്നെയോ താറാവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്ന ഉദാഹരണം അന്ധൻ ആനയെ കണ്ടതുപോലെ എന്നല്ല, മന്ത്രി ആർട്ട് ഗാലറി കണ്ടതുപോലെ എന്നാണ് ഞാനിപ്പോ പറയാറുള്ളത്. അറിയില്ല എന്താണെന്ന്. ഉപനിഷത്ത് വ്യാഖ്യാനത്തിന്റെ കഥ ഇങ്ങനെ വായിച്ചു. നാട് നീള ഭിക്ഷാടനം നടത്തിക്കൊണ്ട് നടന്ന ഒരു ഭിക്ഷക്കാരൻ, അട്ടിക്ക് വകയില്ലാതെ ദിവസം കൈനീട്ടി തെരുവിലിരുന്ന് ജീവിച്ച ഭിക്ഷാടകൻ എന്നും വന്ന് ഉറങ്ങുന്നത് ഒരു ആൽമരത്തിന്റെ ചുവട്ടിലാണ്. ഉപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ കണ്ട ഒരു ഉപകഥയാണ്. അവിടെ കിടന്നുറങ്ങുമയാണ്. അങ്ങനെ ഇയാൾ മരണാസന്നനായപ്പോൾ അടുത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു, എന്നെ ഞാൻ ഈ കിടക്കുന്നിടത്ത് തന്നെ അടക്കം ചെയ്യണം. കുഴിമാന്തി അടക്കം ചെയ്യാൻ അയാൾക്ക് വേണ്ടി കുഴിമാന്തിയപ്പോൾ ഈ മാന്തുന്ന ഉപകരണം ഏതോ ലോഹത്തിൽ തട്ടി. ക്ലിങ് ശബ്ദം കേട്ടു. എല്ലാവരും മാന്തിയെടുത്ത് നോക്കിയപ്പോൾ കോടാനുകോടിയുടെ ആസ്തി വരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ ഒരു നിധി കുംഭമാണ്. അതിന്റെ പുറത്ത് അയാൾ കിടന്ന് പിച്ച് തട്ടിയത്. അതിന്റെ കീഴിൽ നിധിയുണ്ടെന്ന് ഇയാൾ അറിഞ്ഞില്ല. ഈ ഭിക്ഷാടകരെ പോലെ നിധിയുണ്ടെന്നറിയാതെ അതിന്റെ പുറത്തുറങ്ങുന്നു മനുഷ്യർ. ഭഗവത്ഗീതയുടെ മാനവികത 1/1 പറഞ്ഞാൽ ഒരു 10-14 പോയിന്റുകൾ പറയേണ്ടതുണ്ട്. അവിടം വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയുന്നിടത്തോളം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം.
ഏറ്റവും പ്രധാനം, ഇന്ന് ലോകത്തിന് അനിവാര്യമായ വിഷയം, മനുഷ്യരിൽ മനുഷ്യത്വം അസ്തമിച്ചുപോയി. മനുഷ്യത്വം അസ്തമിച്ചുപോയി. അത് വളരെ ചുരുക്കം ആളുകളിലേ ഉള്ളൂ. കുറച്ചു കാലം ഞാൻ പഠിച്ചറിയുമ്പോൾ ഈ പുന്നല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രേയർ പ്രാക്ടീസ് ചെയ്തു, സർക്കാരി കിട്ടുന്നതിന് മുമ്പ്. അവിടെ അലിമുക്ക് പിറവന്തൂർ എന്ന സ്ഥലത്തൂടാണ് പുന്നലേക്ക് തിരിയേണ്ടത്, പുനലൂരിൽ നിന്ന് പോകുമ്പോൾ. അവിടെ ഒരു പരമുച്ചേട്ടൻ ഒരു ചായക്കട നടത്തിയിരുന്നു, ഒരു സാധാരണ തട്ടുകട. 3 സൈഡ് ഓല കുത്തി മറച്ചു വെച്ചിരിക്കുക, ഒരു സൈഡിൽ ഭിത്തി. ആ ഭിത്തിയിൽ ഇദ്ദേഹം വലിയ ശ്രീനാരായണ ഗുരുദേവന്റെ വലിയ ഭക്തനാണ്. ഗുരുദേവന്റെ ഒരു സൂക്തം അവിടെ എഴുതി വെച്ചു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദേശത്ത് പോയി ഇത്തിരി പൈസ എല്ലാം കിട്ടി, ഓലയെല്ലാം പൊളിച്ച് കളഞ്ഞ് ഇഷ്ടികയെല്ലാം വെച്ച് തേച്ച് കെട്ടി നല്ല മനോഹരമായപ്പോൾ ഈ വാക്യം അദ്ദേഹം ആവർത്തിച്ചെഴുതി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആവർത്തിച്ചെഴുതിയപ്പോൾ അതിൽ ന എന്ന അക്ഷരം മാത്രം മത്തങ്ങ വലിപ്പത്തിൽ എഴുതി, ബാക്കി അക്ഷരങ്ങളെല്ലാം സമമാണ്. പരമച്ചേട്ടനോട് ഞാൻ ചോദിച്ചു, പരമച്ചേട്ടാ ഇതെന്താ ഈ നാ മാത്രം ഇത്ര വലുതാക്കി എഴുതിയത്? 980 അദ്ദേഹം പറഞ്ഞൊരു നേരം പോക്ക, 80-ലാണ് വർഷം എത്ര കൃത്യമാണെന്നാലോചിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ചിരിക്കും തോറും ചിന്തിക്കാനും ചിന്തിക്കും തോറും ചിരിക്കാനും വക നൽകുന്നൊരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാ, പൊന്നു ഡോക്ടറെ, ഞാനിതിവിടെ എഴുതി വെച്ചിട്ട് 15 കൊല്ലമായി. ഇത് വായിച്ചിട്ട് ഹിന്ദുവും പോയി, മുസ്ലിമും പോയി, ക്രിസ്ത്യാനിയും പോയി, ഒരുതരം നന്നായില്ല. അതുകൊണ്ട് നായെങ്കിലും നന്നായി കിടക്കട്ടെ. ഞാൻ അവിടെ നിന്നൊക്കെ കൈയടിച്ചു പോയി, അതിനാ നാ വലുതാക്കി എഴുതി. എന്താണ് മനുഷ്യത്വം വരവിച്ച് ഈ കാലഘട്ടത്തിൽ സഹസ്രാബ്ദത്തിനപ്പുറം ഭഗവാൻ അരുളി ചെയ്ത വാക്യം ചിന്തിക്കാം. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ ശോഭാഗേയ പണ്ഡിത സമദർശിത. കുറച്ചുകൂടി അതിന് വ്യാഖ്യാനം കുറച്ചുകൂടി പറയുന്നുണ്ട്, സർവഭൂതസ്ഥം ആത്മാനം, സർവഭൂതങ്ങളും എന്നിൽ തന്നെയുണ്ട്, സർവത്ര സമഭാവന. ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളാണ്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ, ഒരു ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനമുള്ള ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് വിദ്യ മാത്രമല്ല വിനയവും ഉണ്ട്. ഇന്ന് വിദ്യ കൂടുമ്പോൾ വിനയം കുറയുന്നു, അതാണ് പ്രശ്നം. പഠിക്കേണ്ടതല്ല പഠിക്കുന്നതല്ലേ. വിദ്യ കൂടുമ്പോൾ വിനയം കൂടേണ്ടതാണ്. അപ്പോ വിദ്യയുണ്ട്, വിനയമുണ്ട്. വിനയമുള്ളപ്പോഴാണ് അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്നത്. ഞാൻ ആരാണ്ടാന്ന് തോന്നിപ്പോയെങ്കിൽ തീർന്നു, അവന്റെ കച്ചവടം ഒതുങ്ങി. ചിലരൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ അകത്തി പിടിച്ചാൽ നടക്കുന്നത്, കക്ഷത്ത് തേങ്ങ എടുത്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. വല്ല കാര്യമുണ്ടോ? ഇവിടെ കൊറോണ വന്നപ്പോൾ നിന്റെ ഈ കൈയൊക്കെ എവിടെ പോയി? സൂക്ഷ്മമായ കൊറോണ വന്നപ്പോ കോടാനുകൂടി മനുഷ്യരെയൊക്കെ തകർത്ത് കളഞ്ഞ ഈ സാധനം. അന്നേരം ഒന്ന് ചിന്തിക്കണ്ടേ, എന്ത് കണ്ടിട്ടായി അഹങ്കരിക്കുന്നത്? ഒന്നുമില്ല. പണ്ഡിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ, കൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ആ അഹന്തയില്ലാത്ത വിദ്യയോടൊപ്പം വിനയവുമുള്ള ഒരു ബ്രാഹ്മണൻ. വിനയമുള്ളപ്പോഴല്ലേ പ്രയോജനം വരികയുള്ളൂ. തെങ്ങിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം കൂമ്പ് വരുന്നത് എങ്ങനെയാ? ഭയങ്കര അഹങ്കാരത്തിൽ മേലോട്ട് നോക്കിയാ വരുന്നത്. അത് പൊട്ടി വിടർന്നു കഴിഞ്ഞാലോ കുറച്ചു കാലം ചെറിയ വെള്ളയ്ക്ക് ഇങ്ങനെ മേലോട്ട് നിൽക്കും. മെല്ലെ മെല്ലെ വെള്ളം നിറഞ്ഞ് കരിക്കാകുമ്പോൾ കുനിയാൻ തുടങ്ങും. വിളഞ്ഞ് മൂത്ത് പഴുത്ത് നല്ല നാളികേരം ഒട്ടിഞ്ഞ് മടങ്ങി അങ്ങ് തടിയോട് ചേരും. അപ്പോഴാണ് അതിനെ കൊണ്ട് പ്രയോജനം. വിദ്യയും വിനയവുമുള്ള ഒരു ബ്രാഹ്മണനെയും ഗവി പശുവിനെയും ഹസ്തിനി ആനയെയും ശുനി നായയെയും സ്വഭാഗം ചാത്ത മൃഗങ്ങളെ പാകം ചെയ്തിരുന്ന ശാപന്തീനികളായ മനുഷ്യരെയും ചണ്ടാളന്മാരെയും. എത്ര വ്യത്യസ്തമായ ഉദാഹരണമാണെന്ന് നോക്കണം. തുടങ്ങിയത് ബ്രാഹ്മണനിലാണ്.
അറിവും വിനയവുമുള്ള ഒരു ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണനും തുടങ്ങി ചണ്ടാലൻ വരെയുള്ള എല്ലാവരെയും സമദർശനം വേണം. അതാണ് സർവത്ര സമദർശന എന്ന് ആത്മസംയോഗ യോഗത്തിൽ പറഞ്ഞു. ആത്മസംയമന യോഗത്തിൽ സർവത്ര സമദർശനം പഠിപ്പിക്കുന്ന ഭഗവത്ഗീത. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ മൂല്യം അതാണ്. പണ്ഡിതനാകട്ടെ, പശുവാകട്ടെ, ആനയാകട്ടെ, നായാകട്ടെ, ചണ്ടാലനാകട്ടെ, എല്ലാം സമമാണെന്ന് ദർശിക്കണമെന്ന് പഠിപ്പിച്ച മാനവികതയ്ക്കപ്പുറമൊന്ന് സൂര്യന്റെ കീഴിൽ ആർക്കും അവതരിപ്പിക്കാൻ ഉണ്ടാവില്ല. അതാണ് ഭഗവത്ഗീത. അതാണ് എന്റെ കാലരസതന്ത്രം. ഇന്നത്തെ കാലത്തിലെ രസതന്ത്രം അതാണ്. ഇത് എത്രമാത്രം വേരോടി. അത് വേരോടിയവരുണ്ട് ഈ ഭൂമിയിൽ. ധാരാളം 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 എടുത്തു പറയാനുണ്ട്. പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നാമധേയത്തിലാണ് ഈ സദസ്. അവിടുത്തെ വിഗ്രഹമാണ് ഇരിക്കുന്നത്. ശാസ്താംകോട്ടയിലൂടെ അവിടുന്ന് ഇങ്ങനെ എഴുന്നള്ളുകയാണ്. ശിഷ്യന്മാർ രണ്ടുപേരെ ഉള്ള അറിയാമല്ലോ. പക്ഷെ കുറെ ആളുകളും ഇങ്ങനെ പുറകെ പോകുന്നുണ്ട്. വളരെ ലളിതമായി ജീവിച്ചു. ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല. എഴുതിയതെല്ലാം അവിടെ കളഞ്ഞിട്ട് പോയി. അത് ബാക്കിയുള്ളവർ പറക്കി വെച്ച് അമൂല്യ നിധിയാക്കി. സ്വാമി ചിന്മയാനന്ദജിയുടെ ഗീതാജ്ഞാന യജ്ഞം 72 ഒന്നാമത്തെ യജ്ഞത്തിന്റെ 1-ാമത്തെ ദിവസം യജ്ഞം അവസാനിച്ചപ്പോൾ ചിന്മയാനന്ദജി പറഞ്ഞ ഒരു വാക്യമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ഒരു പ്രഭാഷണ വേദിയിലും ആരും പറയാത്തൊരു കാര്യം 3 മണിക്കൂർ നേരം തകർത്തിട്ട് അദ്ദേഹം പറയുന്നു, എനിബഡി ക്യാൻ മേക്ക് എനി ക്വസ്റ്റ്യൻ. ആർക്കും എന്തും ചോദിക്കാം. ആരെങ്കിലും സ്വാതന്ത്ര്യം തരുമോ? ഞങ്ങളെ കൊടുക്കത്തില്ല. പലതും ചോദിച്ച അറിവില്ലാത്ത ചോദിച്ചു ചമ്മി പോകത്തില്ലേ? അത് ചോദിക്കാം, പറയാം, അതൊന്നും കുഴപ്പമില്ല, പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ മതി. അഹങ്കാരം കാണിക്കരുത്. എനിബഡി ക്യാൻ മേക്ക് എനി ക്വസ്റ്റ്യൻ. ആർക്കും എന്തും ചോദിക്കാം. ഗീതാജ്ഞാന യജ്ഞത്തിന്റെ 1-ാമത്തെ ദിവസമാണ്. മനുഷ്യരാകെ ഈ ശബ്ദം കെട്ടി അവതരണം കേട്ട് 2 വിരളി പിടിച്ചിരിക്കുക. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിന്ന് ആരെങ്കിലും വർത്താനം പറയുമോ? ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാവരും സ്തബ്ധചിത്തരായിരിക്കുകയാണ്. വീണ്ടും മഹാഗുരു പറഞ്ഞു, ഐ ആം എ ഡ്രം, ഐ ഡോണ്ട് എ ട്രീ, only percussion can make sound. ഞാനൊരു ചെണ്ടയാണ്, മരത്തെ കെട്ടിയിട്ടിരിക്കുക. ആരെങ്കിലും മുട്ടിയാലേ ശബ്ദം കേൾക്കും. അപ്പോഴും ആരും ഒന്നും ചോദിക്കുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ. ആ അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല. അത്ര ഭയങ്കര ശബ്ദ ഗാംഭീര്യം, വിഷയത്തിന്റെ ഗാംഭീര്യം, നോളജ്. ഇത് കണ്ടിട്ട് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല ആർക്കും. ആരും ഒന്നും ചോദിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ മെല്ലെ എഴുന്നേറ്റു. 17 വയസ്സേ ഉള്ളൂ. ചോദിച്ചു, സ്വാമിജി, മൈ നെയിം ഈസ് M.M. ബഷീർ. ഷാൽ ഐ മേക്ക് എ ക്വസ്റ്റ്യൻ? ഞാൻ എൻ്റെ ഉള്ളിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് എൻ്റെ ഗുരുവിന് പെട്ടെന്ന് പിടികിട്ടി. അതൊരു ഹിന്ദുവിന്റെ സമ്മേളനമാണ്. ഞാൻ M.M. ബഷീറാണ്, ചോദിക്കാമോ? നിറഞ്ഞ പുഞ്ചിരിയോട് ചിന്മയാനന്ദജി പറഞ്ഞു, ഐ സെഡ് എനിബഡി ക്യാൻ മേക്ക് എനി ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം മാത്രമേ അവതരിപ്പിക്കൂ. ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ഉത്തരം ഞാൻ ഇന്ന് പറയത്തില്ല. അവിടുന്ന് വിശദമായ ഉത്തരം പറഞ്ഞു തന്നു. അത് അവതരിപ്പിക്കാൻ സമയം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ചോദ്യം ഇതായിരുന്നു. ദശാവതാരങ്ങൾ. അന്ന് സംസ്കൃത ശ്ലോകം അറിയില്ല, പിന്നെ ശ്ലോകം പഠിച്ചത്. മത്സ്യ കൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കി അവതാരക. അതിലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. 5-ാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ കേരളത്തിൽ ചവിട്ടിത്താഴ്ത്തി. പക്ഷേ 7-ാമത്തെ അവതാരമായ പരശുരാമനാണ് മടുവരഞ്ഞ് കേരളം സൃഷ്ടിച്ചത്. ഒരു യുഗത്തിൽ അവതാരമല്ലേ ഉള്ളൂ. 5-ാമത്തെ അവതാരം ചവിട്ടിത്താഴ്ത്തി, 7-ാമത്തെ അവതാരം കേരളം സൃഷ്ടിച്ചു. ഇതെങ്ങനെ യോജിക്കുമെന്ന് ചോദിച്ചു. ഉത്തരം ഇപ്പം പറയാൻ പറ്റത്തില്ല, സമയമില്ല. സ്വാമിജി എനിക്ക് മനോഹരമായി വിശദീകരിച്ചു തന്നു. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, കോടാലി എറിഞ്ഞ് തന്നെയാണ് കേരളം സൃഷ്ടിച്ചത്. കാരണം ഇത്രയും കോടാലികളുടെ സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഒരു കോടാലി മാറുമ്പോൾ അടുത്ത കോടാലി, ആ കോടാലി ഈ കോടാലി, അയ്യോ സരിത കോടാലി, സ്വപ്ന കോടാലി,
പോഴ കോടാലി, ബാർ കോടാലി, ദിലീപ് കോടാലി, ഇപ്പൊ ശബരിമല കോടാലി നിൽക്കുക. അടുത്ത കോടാലി എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല, അല്ലേ? അതുകൊണ്ട് സ്വാമിജി പറഞ്ഞ ചുരുക്കം ഒറ്റ വഴിയിൽ മാത്രം ഉത്തരം പറയാൻ ഞാൻ വിശദീകരിക്കത്തില്ല. പുരാണത്തിൽ പറയുന്ന മഹാബലി കേരളത്തിൽ വന്നിട്ടില്ല. പുരാണത്തിൽ പറയുന്ന മഹാബലി വടക്കേ ഇന്ത്യയിലായിരുന്നു. അതിന് അദ്ദേഹം തെളിവായി ആദ്യം ഉദ്ധരിച്ചത് മൂലരാമായണമാണ്. വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടി അയോധ്യയിൽ നിന്ന് കിഴക്കോട്ട് പോയപ്പോൾ മഹാബലിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. അയോധ്യയിൽ നിന്ന് കിഴക്കോട്ട് പോയാൽ കേരളമാകില്ല. പുരാണത്തിൽ പറയുന്ന മഹാബലി പുരാണമാണ്, അത് റെക്കോർഡാണ്. കേരളത്തിൽ മഹാബലി ഭരിച്ചു എന്നുള്ളത് ഐതിഹ്യം ആണ്. ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഐതിഹ്യം. അതിന് നിയതമായ ചരിത്രങ്ങളും രേഖകളും ഇല്ല. അതുകൊണ്ട് പറയപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ ഞാൻ പറയാൻ കാരണം, എന്നിട്ട് പറഞ്ഞു ഇനി കൂടുതൽ അറിയണമെങ്കിൽ, മഹാബലി കേരളം ഭരിച്ചിട്ടില്ല എന്നറിയണമെങ്കിൽ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പ്രാചീന കേരളം പുസ്തകം വായിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് ചട്ടമ്പി സ്വാമി. ഞാൻ വിചാരിച്ചു അങ്ങനെ സ്വാമിയുണ്ട്. പിന്നീടാണ് പഠിച്ചതും എന്താണ് ഈ ചട്ടമ്പി എന്ന് വിളിക്കാൻ കാരണമായതെന്നല്ല ഞാൻ പറയും. പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പ്രാചീന കേരളം പുസ്തകം വായിച്ചാൽ മഹാബലി കേരളം ഭരിച്ചിട്ടില്ലായിരുന്നെന്ന് വ്യക്തമാകുമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു. വിശാല ഹൃദയമാണ്. എൻ്റെ പിതാവിൻ്റെ നാട് വായ്പൂരാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചട്ടമ്പി സ്വാമി എവിടാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വാഴൂർ ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട്. ചാമമ്പതാലിനടുത്താണ്. ചാമമ്പതാലിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ശിഷ്യനോട് എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. എല്ലാ പ്രോത്സാഹനങ്ങളും മാതാപിതാക്കൾ ചെയ്യും. അതാണ് ഈ പറഞ്ഞ ഹിന്ദുധർമ്മം പഠിക്കാനും എവിടെ പഠിക്കാനും ഒന്നും മനുഷ്യനായി ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു തടസ്സങ്ങളും ഇല്ല. അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ പഠിപ്പിച്ചില്ല ചെറുപ്രായത്തിൽ. അദ്ദേഹം കൂടെ വന്നു. 5-6 ബസ് കയറി ഇറങ്ങി. അന്ന് 5-6 ബസ് കയറി ഇറങ്ങണം. വാഴൂർ ആശ്രമത്തിൽ ചെന്നു. അവിടുന്ന് കിട്ടി, പ്രാചീന കേരളം കിട്ടി. അതിൽ കഥകൾ വളരെ വിശാലമായി പഠിപ്പിച്ചിരിക്കുന്ന ചട്ടമ്പി സ്വാമി തിരുവടികൾ. എത്ര ഡെപ്താണ്! ഇതൊന്നും അദ്ദേഹം എഴുതിയിട്ട് എവിടെയോ കളഞ്ഞിട്ട് പോയതാ. അത് ആളുകൾ പറഞ്ഞ് ശേഖരിച്ച് പുസ്തകമാക്കും. അല്ല, ഇതൊന്നും വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുനടക്കാറില്ല. അവിടുന്ന് ശാസ്താംകോട്ടയിലൂടെ നടക്കുക. ഭഗവത്ഗീത ഉൾക്കൊണ്ടവർ, അവരുടെ മനസ്സിൽ ഈ പറഞ്ഞ ബ്രാഹ്മണനും ആനയും പാട്ടിയും എല്ലാം ചണ്ടാലനും എല്ലാം സമമാണെന്ന് പറയാനാണ് ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പേരിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഞാൻ അത് പറയാനാണ് ഒരുങ്ങുന്നത്. ശാസ്താംകോട്ട കൂടെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവുക. കുറെ ആൾക്കാർ പിറകെ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി അടിച്ചമർത്തപ്പെട്ട സമുദായം. ഞാൻ പട്ടികജാതി എന്ന് പ്രസംഗിക്കാറില്ല, ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പ്രസംഗിക്കാറില്ല, ഹരിജനങ്ങളെന്ന് പണ്ടേ പറയില്ല, ദളിതരെന്ന് പറയാറില്ല. കലാകൗമുദിയിലും മാതൃഭൂമിയിലും ഒക്കെ എഴുതിയ ലേഖനങ്ങളൊക്കെ പരിശോധിച്ചാൽ പ്രഭാഷണങ്ങളിലായാലും ഞാൻ അടിച്ചമർത്തപ്പെട്ട വർഗം എന്നേ പറയും. അതിൽപ്പെട്ട പുലയ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി ഇടവഴിക്കൂടി ഇറങ്ങി വന്നു. കണ്ടില്ല പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികൾ വരുന്നത്. ആ ചെറുപ്പക്കാരൻ കണ്ടില്ല. അപ്രതീക്ഷിതമായി മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പോയി. തീണ്ടലും തൊടിയിലും എത്രയോ അടി അകലെ നിൽക്കേണ്ടെന്ന് ഈ ചെറുപ്പക്കാരൻ തിരികെ കയറി ഓടി. കാരണം ആരെങ്കിലും തല്ലിക്കൊന്നാലും അത് പേടിച്ചു ഓടി. അങ്ങനെ ഓടിയാൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യനോ ആകട്ടെ, ഒരാൾ കയറി ഓടുന്നു വിചാരിക്കും, അവൻ പോട്ടെന്ന് വിചാരിക്കും, അല്ലേ? ചട്ടമ്പി സ്വാമി വെറുതെ വിട്ടില്ല, അവന്റെ പിറകെ ഓടി. നല്ല കായികപരമായിരുന്നു. ഹജൂർ കച്ചേരി എന്ന് പറയുന്ന ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, പഴയ പേര് ഹജൂർ കച്ചേരി, അത് സൃഷ്ടിക്കുമ്പോൾ താഴെ ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചെങ്കല്ല് വെട്ടിയെടുത്ത് അത് തലയിൽ ചുമന്നു കൊണ്ടുവന്നു വെച്ചാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പണിതത്. അതിൽ കല്ല് ചുമക്കാൻ നിന്ന ആളാണ് ചട്ടമ്പി സ്വാമി തിരുവടി. സാധാരണ മനുഷ്യർ ഒരു ചെങ്കല്ലെടുത്ത് തലേ വെക്കുമ്പോൾ അവിടുന്ന് 2 എണ്ണം തലേ വെക്കും. നമുക്കറിയാം, ചെങ്കച്ചൂളയും സെക്രട്ടേറിയറ്റ് വരെ സ്റ്റീപ്പായ കുന്നാണ്. അത് മുഴുവൻ തലേ വെച്ചുകൊണ്ട് കയറി നല്ല കരുത്തനായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഓടിയപ്പോൾ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികൾ കൂടെ ഓടി, അവന് പിറകെ കൂടി. ഓടിയപ്പോൾ ഇയാളത് വിചാരിച്ചു തല്ലാൻ വരിക വിചാരിച്ചു.
കഴിഞ്ഞു. അയാള് സ്പീഡ് കൂട്ടി ഓടി, സ്വാമി അതിന്റെ ഇരട്ടി വേഗതയിൽ ഓടി. അവസാനം ഓടി കീഴ്പ്പെടുത്തി ഓളെ കൈയിട്ടിഞ്ഞ് പിടിച്ച പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ, മനഃപൂർവ്വം അല്ല എന്നൊക്കെ പറഞ്ഞു. നിന്നോട് കയറി ഓടാൻ ആര് പറഞ്ഞു? കഴുത്തെ കൈയിട്ട് പിടിച്ച് ശാസ്താംകോട്ടൻ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ശാസ്താ ക്ഷേത്രത്തിന് മുമ്പിലെ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, അയിത്തം അറബിക്കടൽ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീജൈവ ശോഭാഗേജ പണ്ഡിത സമദർശിത. കണ്ടോ? മാനവികത പഠിപ്പിക്കുന്നു. ലോകം മുഴുവൻ ഈ സമഭാവന പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. തങ്ങൾക്കുള്ളിൽ ഒതുങ്ങണമെന്ന് പലരും പഠിപ്പിക്കുമ്പോൾ ഈ വിശാലമായ കാഴ്ചപ്പാട് ഇനിയും പല മഹാത്മാക്കൾക്കുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അതിലൊന്നാണ്. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കാരണം വ്യത്യസ്തതയില്ല. അരുവിപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചു കൊടുത്തത് ഈഴവ സമുദായത്തിന് വേണ്ടിയല്ല, ചാങ്ങാർ സമുദായത്തിലും പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ അനുഭവിച്ച പീഡനങ്ങൾ പറഞ്ഞപ്പോഴാണ് ദേവാദിദേവനെ പ്രതിഷ്ഠിച്ചു കൊടുത്തത്. മനുഷ്യനെത്ര ഉൾക്കൊള്ളുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ട് ബ്രഹ്മാവിനെ പ്രതിഷ്ഠിച്ചില്ല? ബ്രഹ്മാവിന് സ്വതന്ത്രമായ ക്ഷേത്രമില്ല. കാരണം കള്ളത്തിന് കൂട്ടുന്ന കക്ഷിയാണ്. അത് ബ്രഹ്മപുരാണം വേറെ അവതരിക്കട്ടെ. ഒരു മഹാവിഷ്ണു ക്ഷേത്രം കൊടുത്തില്ല, മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠില്ല, ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠില്ല. ശിവഗിരിയിൽ ശാരദയാണ് പ്രതിഷ്ഠിച്ചത്. പക്ഷേ ദേവാദിദേവനെ തന്നെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു കൊടുത്തു. ഇന്ന് ശിവരാത്രിയാണ് അല്ലേ? ദേവാദേവനെ തന്നെ പ്രതിഷ്ഠിച്ചു കൊടുത്തു. അതിന്റെ സാങ്കത്യം എത്ര വർണ്ണിച്ചാലും തീരുമോ? കാരണം അവർണവേഷം കെട്ടിയ ദേവനാണ് പരമശിവൻ. ഭഗവാനൊരു കുറവനായി ശ്രീ പാർവതി കുറത്തിയായി ഒരു ധനുമാസത്തിൽ തിരുവാതിര നാൾ തീർത്ഥാടനത്തിനിറങ്ങി അവർ ദേശാടനത്തിനിറങ്ങി. ദേവാദിദേവന്റെ പ്രതിഷ്ഠ വെച്ചു കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയ സംഭവമൊക്കെ നമുക്കറിയാം, വിശദമായി പറയേണ്ട കാര്യമില്ല. ഒരു റിലീജിയസ് പാർലമെന്റിൽ പങ്കെടുക്കാനാണ് പോയത്. 5 മിനിറ്റ് സമയമാണ് അനുവദിച്ചത്. 5 വാക്കുകൾ കൊണ്ട് ലോകം കീഴടക്കുമ്പോൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ചത് അതിന്റെ അടിസ്ഥാനം ഭഗവത്ഗീതയും ഭാരതീയ ദർശനങ്ങളുമാണ്. അത് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഭാഷണത്തിൽ തന്നെ, ആദ്യം പറഞ്ഞ സംസാരത്തിൽ തന്നെ സ്വാമിജി പറയുന്നു, ഓൾ റിലീജിയൻസ് ആർ ട്രൂ. വിശ്വമാനവിക ദർശനം ഭഗവത്ഗീതയിൽ എടുത്തു പറയുന്നുണ്ട്. ഏതു തരത്തിൽ എവിടെ ആരാധിച്ചാലും അതെല്ലാം വന്നു ചേരുന്നത് എന്നിലേക്ക് തന്നെയാണ്. ഇനിയുമുണ്ട് ഗാന്ധിജി. വർണ്ണവിവേചനം ഗാന്ധിജിക്കില്ല, നമുക്കറിയാം. അതിനായി നടത്തിയ നിരന്തര പോരാട്ടങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മാനവികത നിലനിർത്താൻ വേണ്ടി, ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന സംഘപരിവാറിനും അടിസ്ഥാനം ഭഗവത്ഗീതയാണ്. അതേതാണ്ട് കുഴപ്പം പിടിച്ച പാർട്ടിയാന്നൊക്കെ പറഞ്ഞു വരുത്തി മനുഷ്യനിൽ ആവശ്യമില്ലാത്ത വിഹുലതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രയോ സമുന്നതരായ നേതാക്കൾ, ടോപ്പ് ടു ബോട്ടം എനിക്കറിയാം. സംഘപരിവാരത്തിന് ഒരുപാട് നേതാക്കൾ എനിക്കറിയാം. അവരെല്ലാം ലളിത ജീവിതം നയിക്കുന്നവരാണ്. അവർ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നവരാണ്. മതാതീതമായ ചിന്തയാണ് അതിന്റെ അടിത്തറ. RSSന്റെ സർസംഘചാലക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം മോഹൻ ഭഗവത്ജി ഇവിടെ വരുന്ന ദിവസമാണ്. ഇവിടെ മുഴുവൻ ബാരിക്കേഡും ബേലിയായിരുന്നു. എനിക്ക് ഇതിനകത്തോട്ട് കയറാൻ വഴിയില്ലാതെ ഞാൻ അതിലേ കറങ്ങിയാണ്. അവിടുന്ന് എഴുതി, അദ്ദേഹം ഒരു മാസികയിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇതാണ്: RSSന്റെ ജാതി പരിഗണനയില്ല. എല്ലാ മതങ്ങളിലുമുള്ളവരിൽ അതിൽ പ്രതിനിധികളാണ്, പ്രാതിനിധ്യമുള്ളവരാണ്. മാത്രമല്ല
രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ ചിന്തയും വികാരവും ഏകത്വഭാവമാണ്. അത് ഭഗവത്ഗീത പഠിപ്പിച്ചത് ഏകത്വഭാവം. ആ ഏകത്വഭാവത്തിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇല്ലാത്തിടം എന്നല്ല മോഹൻ ഭഗവത്ഗീത എഴുതുന്നു. അവരും കൂടി ഉണ്ടെങ്കിലേ നാനാത്വത്തിൽ ഏകത്വം എന്ന് പൂർണ്ണമാവുകയുള്ളൂ എഴുതുന്നു. ഇവിടെ ആർക്കാ പറഞ്ഞ ആ സംഘടനയുടെ അടിസ്ഥാനം ഭഗവത്ഗീതയാണ്. അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഹരിദാസ് എന്നെ വിളിക്കുന്ന ഇത്തരം ഇവിടെ മാത്രമല്ല, ഹിന്ദു സമൂഹം ഉൾക്കൊള്ളുന്ന എത്രയോ വേദികളിൽ ഇപ്പൊ തന്നെ ആറന്മുള ഒക്കെ പറഞ്ഞയച്ചത് ഹരിദാസിയാണ്. അങ്ങനെ ഒരു വിവേചനം അവർക്കാർക്കും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞ് ഭീതി പലർത്തുന്നത് മുതലെടുക്കാൻ വേണ്ടി വേറെ കുറെ കാർക്കോടകന്മാരാണ്. അവരെ സൂക്ഷിച്ചാൽ മതി, അവർക്കാണ് വിവേചനമുള്ളത്. ഇതിന്റെ അടിസ്ഥാനം ഭഗവത്ഗീതയാണ്. വിശ്വമാനവ ദർശനം ഒന്ന്. ഇനി നോക്കുക, കാലത്തിന്റെ രസതന്ത്രമാണ് ഭഗവത്ഗീത നമുക്ക് സംസാരിക്കേണ്ടത് മാനവികതയിലൂടെ. ഇന്ന് ലോകത്തുണ്ടാകുന്ന രോഗങ്ങളിൽ അധികവും, ഉണ്ടായ രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് അധികവും 86% കാരണം മാനസിക സംഘർഷം ആണെന്നാണ്. സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്. ആ വാക്ക് മലയാളികൾക്ക് വലിയ പരിചയം പോരെങ്കിലും ഇതിന് കൊളോക്കിയലായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് പറയാത്തവരാരും ഇന്ന് കേരളത്തിലില്ല. മഴയത്ത് പോലും പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ കയറി നിന്നിട്ടില്ലാത്തവർ പോലും പറയുന്നൊരു വാക്കുണ്ട്, ടെൻഷൻ. അയ്യോ, മുടിഞ്ഞ ടെൻഷൻ, ടെൻഷൻ, ടെൻഷൻ. 90 വയസ്സുള്ളിൽ വല്യമ്മ ഞങ്ങളുടെ ബന്ധുവാണ്. കഴിഞ്ഞ 2-3 പെരുന്നാളിലും ഈ വല്യമ്മയെ ഒന്ന് കാണാൻ പോയി, ഞാനും എൻ്റെ അനിയന്മാരും എല്ലാം കൂടെ. 90 വയസ്സുണ്ട് വല്യമ്മയ്ക്ക്. ഏതാണ്ട് വസ്ത്രമോ പൈസ എല്ലാം കൊണ്ടു കൊടുത്തു. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചേച്ച് പറയാം, എടാ നിനക്ക് മനഃശാസ്ത്രമൊക്കെ അറിയാമല്ലോ. അറിയാം, എനിക്ക് മുടിഞ്ഞ ടെൻഷനാണ്. ഈ 90 വയസ്സിൻ്റെ എന്തോരു ടെൻഷനാണ്. ഞാൻ വല്യമ്മയ്ക്ക് പാടിക്കൊടുത്ത ശങ്കരാചാര്യ ശ്ലോകമാണ്. ആദ്യം വല്യമ്മയ്ക്ക് മനസ്സിലായില്ല, പിന്നെ അർത്ഥവും കൂടെ പറഞ്ഞു കൊടുത്തു. അംഗം ഗലിതം പരിതം മുണ്ടം ദശനമീനം ജാതം തുണ്ടം മൃദു യാതി ഗൃഹീത്വാദണ്ഡം തദവിനമുഞ്ചത്യാശാപിണ്ഡം. അംഗം ഗലിതം, അവയവങ്ങളെല്ലാം ദുർബലമായി. പരിതം മുണ്ടം, തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞു കഷണ്ടിയായി. ദശനവീനം ജാതം തുണ്ടം, വായിലെ പല്ലെല്ലാം കൊഴിഞ്ഞു വായൊരു ഗുഹ പോലെയായി. വൃദ്ധോയാതി ഗൃഹീത്വാദണ്ഡം, ഒരുപാട് പ്രായമായി വടിയും കുത്തിപ്പിടിച്ചു. തദവിനമുഞ്ചത്യാശാപിണ്ഡം, എന്നാലും ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കില്ല. കണ്ടോ? ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തദാലോഭ തസ്മാദേതത്രയം ത്യജേത്. ഭഗവാൻ പഠിപ്പിച്ചു. ഒരു കാലത്തും അവസാനിക്കാത്ത കാമവും ക്രോധവും ലോഭവും, ഇതാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന ടെൻഷന്റെ പ്രധാന കാരണം. അത് മൂന്നും നരകത്തിന്റെ വാതിലാണ് പഠിപ്പിച്ചത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന, ആത്മാക്കളെ നശിപ്പിക്കുന്ന നരകത്തിന്റെ 3 വാതിലുണ്ട്. ആ 3 വാതിലുകൾ കാമ ക്രോധ സ്തദാ ലോഭം. ഈ 3 കാര്യം, കാമവും ക്രോധവും ലോഭവും, ഇതാണ് നരകത്തിന്റെ 3 വാതിലുകൾ. എന്തു കിട്ടിയാലും മതിയാകില്ല, എത്ര കാലം ജീവിച്ചാലും മതിയാകില്ല, എന്ത് ആസ്വദിച്ചാലും തീരില്ല, പിന്നെയും 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 വേണം. ഭഗവാന്റെ വാതിലിലെ സ്വർണമായാലും വേണ്ടിയില്ല, ദ്വാരപാലകരുടെ സ്വർണമായാലും വേണ്ടിയില്ല, എന്തെല്ലാം ഉണ്ടെങ്കിലും കാട്ടു തിന്നാതെ കഴുകന്മാർക്ക് സമാധാനം വന്നിട്ടില്ല. നിയമം അനുശാസിക്കുന്നുണ്ട് ഇവന്മാർക്ക് ജാമ്യം കിട്ടിപ്പോയത്. ഇവരൊന്നും ജാമ്യം കൊടുക്കരുതെന്നല്ല, പുറത്തിറക്കരുതെന്നാണ് പറയുന്നത്. വെളി കാണിക്കാൻ കൊള്ളത്തില്ല. ഇവിടെ എവിടെ കയറി മോട്ടിച്ചെന്ന് ആലോചിക്കണം. അതാണ് ലോഭം, ലോഭം, ലോഭം. ഈ സ്വാർത്ഥത, ഈ പിശുക്ക്, എന്തു കിട്ടിയാലും തീരാത്ത ആർത്തിക്കാണ് സംസ്കൃതത്തിൽ ലോഭം എന്ന് പറയുന്നത്. തീരാത്ത പിശുക്കിനും പറയുന്നത് ലോഭം എന്നാണ്. നരകത്തിന്റെ വാതിൽ തുറക്കുന്ന ഈ ആഗ്രഹം ഇതെന്തെങ്കിലും നശിക്കുവോ? 90-ാം വയസ്സിൽ വല്യമ്മ പറയാ ടെൻഷനാണെന്ന്.
തലൂര് താലൂക്ക് ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് കണ്ണൂർ കാസർഗോഡിലെ പ്രഭാഷണത്തിന് പോയതാണ്. ഒരു 2 ആഴ്ച അവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ 101 വയസ്സുണ്ട്. ഞങ്ങളെല്ലാം സാമി സാമി എന്ന് വിളിക്കുന്ന ഒരു അമ്മാവനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വേദാന്തമൊക്കെ അറിയാവുന്ന കക്ഷിയാണ്. 101 വയസ്സുണ്ട്. റേഷൻ കാർഡില്ല, 101 വയസ്സ് രേഖപ്പെടുത്തി. എന്നെ കാണാനാണ് വന്നത്. ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കൊണ്ട് അഡ്മിഷൻ വാങ്ങിച്ച് കിടക്കുക. ഞാൻ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മാവന്റെ ചുറ്റാക്കൊരു പട്ടാളത്തിനെടുക്കാനുള്ള ആള് നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ച അമ്മാവനുള്ള സ്നേഹം കൊണ്ടാണ്. അല്ല, വടിയായിട്ട് വേണം കാതേ കിടക്കുന്ന കടുക്കൻ ഊരിയെടുക്കാൻ, വടിയെടുത്തോണ്ട് പോകാൻ, പെട്ടി അടിച്ചു മാറ്റാൻ. അതിന് നിൽക്കിയതല്ല, അല്ല സ്നേഹം കൊണ്ട്. ഞാൻ ചെന്ന് പരിശോധിക്കാൻ സ്റ്റെതസ്കോപ്പ് നെഞ്ചത്ത് വെച്ചു. കണ്ണും കാണാൻ വയ്യ, കാതും കേൾക്കാൻ വയ്യ. തണുപ്പടിപ്പിച്ചപ്പോൾ അമ്മാവന് മനസ്സിലായി, പരിശോധിക്കാന്ന് മനസ്സിലായി. അവിടെ കിടന്നുള്ള ഡാക്ടറെ ഞാൻ വിളി കേട്ടു. ഓ, വിളി കേട്ടത് പുള്ളിക്കാരൻ കേട്ടില്ല. ഭയങ്കര ദേഷ്യത്തോടെ തിരിവ്, ഡാക്ടറെ ഞാൻ പറഞ്ഞു, ഓ രക്ഷ കിട്ടുമോ? 101 വയസ്സുണ്ട്, ഇനിയും രക്ഷ കിട്ടുമോ? അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, തദവിധ മുഞ്ചത്യാശാപിണ്ഡം. എല്ലാവർക്കും ടെൻഷനാണ്, ടെൻഷനാണ്, ടെൻഷനാണ്. ആ ടെൻഷൻ പരിഹരിക്കണമെങ്കിൽ ഞാൻ പറയും, സൂര്യന്റെ ഏറ്റവും വലിയ സൈക്കോതെറാപ്പി ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. അത് കയ്യിലെടുക്കൂ, മാറാത്ത ഒരു ടെൻഷൻ. മാനവികത നിലനിൽക്കണമെങ്കിൽ ടെൻഷൻ മാറണം. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ അവൻ മനുഷ്യനല്ലാതായിത്തീരും. കാലത്തിന്റെ രസതന്ത്രം ടെൻഷൻ മാറാനുള്ള പരിശ്രമത്തിലാണെങ്കിൽ ഭഗവത്ഗീത കയ്യിലെടുക്കൂ, സർവ്വ ടെൻഷനും മാറും. ആഴമായി പഠിക്കണം. ഭിക്ഷക്കാരൻ നിധിയുടെ മുകളിൽ കിടന്ന് ഉറങ്ങിയതുപോലെ ഉറങ്ങിയാൻ പറ്റത്തില്ല. നിധി കയ്യിലെടുത്താൽ മതി. നോക്കൂ, മാനസികമായ സമ്മർദ്ദം വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ പരിഹാരം? ഒന്ന്, സ്വയം പരിശീലിച്ച ടെൻഷൻ ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം. ആദ്യത്തെ വഴി അതാണ്. ഭഗവാൻ പറഞ്ഞു, കാറ്റിലുലയാത്ത ദീപനാളം പോലെ നിൽക്കണം മനസ്സ്. കാറ്റിലുലയാത്ത ദീപനാളം പോലെ മനസ്സിന് നിർത്താൻ കഴിയുമോ? പറഞ്ഞതാരോടാ? ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകമായ അർജുനനോടാണ് പറയുന്നത്. ഉടൻ അർജുനന്റെ മറുപടി എത്ര കൃത്യമായി പ്രാക്ടിക്കലായിട്ട് വരുന്നറിയാമോ? അർജുൻ ഉടനെ പറഞ്ഞു, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവത്രിടം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഭഗവാനെ, മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, ദീപനാളം പോലെ നിൽക്കില്ല. ചഞ്ചലം, അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ഏതുപോലെ? വായുവിനെ പിടിച്ചു കെട്ടാൻ പറയുന്നത് വായോരിവ സുദുഷ്കരം. ചലിക്കുന്ന വായുവിനെ പിടിച്ചു കെട്ടാൻ പറയുന്നത് പോലെ മനസ്സിനെ പിടിച്ചു കെട്ടുന്ന ദുഷ്കരമാണ് ഭഗവാനെ. ഉടൻ ഭഗവാൻ കൊടുക്കുന്ന മറുപടിയുണ്ട്. അതിന് യുക്തമായ ആഹാര, നീഹാര, വിഹാര, നിദ്ര, അവബോധങ്ങൾ. ശ്ലോകം മനഃപൂർവ്വം ഞാൻ പാടിയെ കുറിച്ച് സമയം പോകുന്നതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ പരിശീലിച്ചാൽ ഏതു ചഞ്ചല മനസ്സും ദീപനാളം പോലെ നിൽക്കും. പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ആദ്യം പറഞ്ഞത് ആഹാരമാണ്. മനസ്സ് നേരെ നിൽക്കാത്തതിന്റെ പ്രധാന കാരണം ഈ കഴിക്കുന്ന ഭക്ഷണമാണ്. സാത്വിക ഭക്ഷണം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിനും കല്യാണത്തിനും പാർട്ടികൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ബൊഫേ ഇടപാടാണ്. പാത്രം കൊണ്ട് ചെന്ന് തെറ്റിപ്പിരിക്കുന്നു അല്ലേ? പണ്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും. ഈ ബൊഫേയിൽ നിരത്തി വച്ചിരിക്കുന്നതെല്ലാം നമുക്കറിയാം ഓവർ സ്പൈസുള്ള സാധനങ്ങളാണ്. എരിവും പുളിയും മധുരവും സാധനങ്ങളെല്ലാം കൂടിയ 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 അളവിൽ ചേർത്തിരിക്കുക. അജിനോമോട്ടോ മധും ഇതുമെല്ലാം ചേർത്ത് വെച്ച്, മസാല ചേർത്ത് വെച്ച് ഇത് കഴിച്ചാൽ മനസ്സിന് സമാധാനം വരുമോ? നമുക്ക് ബേസിക്കലായി ചിന്തിക്കാം. ഭഗവാൻ പറഞ്ഞത് മനസ്സിന് സമാധാനമുള്ള ആദ്യം ആഹാരം നിയന്ത്രിക്കണമെന്ന്. അന്നേനെ കുറിച്ച് ദ്വാവംശോ അല്ലേ, പാലേനേകം പ്രഭൂരേ ആശ്രയം പവനാദീനാം ചതുർത്ഥം അവശേഷേ. അന്നേന കുറിച്ചേ ദ്വാവംശോ, വയറിന്റെ പകുതിയെ കഴിക്കാവൂ. അങ്ങനെയാണോ? മൂക്കുമുട്ട തിന്നാലും പിന്നെയും തിന്നാൻ വഴിയുണ്ടെന്നാണ്.
ഒരാളിരുന്ന് സദ്യ കഴിച്ചിട്ട് വയറിറങ്ങിട്ട് അനങ്ങാൻ വയ്യാതിരുന്ന് ഞെളിപിരി കൊണ്ടപ്പോൾ അടുത്തിരുന്ന കൂട്ടുകാരൻ പറഞ്ഞ് തീരെ സഹിക്കാൻ വയ്യെങ്കിൽ തൊണ്ടയിൽ 2 വിരലിട്ട് ഛർദ്ദിച്ച് കളയാ. അപ്പൊ ഇയാൾ പറയാ തൊണ്ടയിൽ 2 വിരലിടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നാം 2 പഴം കൂടെ തിന്നേനെ. അങ്ങനെ അടിച്ച മനസ്സിന് സമാധാനം വരുമോ? ഭഗവാൻ പറഞ്ഞു ഭക്ഷണം നിയന്ത്രിക്കണം. വയറിന്റെ പകുതി ആഹാരം കഴിക്കണം, പിന്നെ പകുതിയുണ്ട്. ആ പകുതിയിൽ 4 വെള്ളം കുടിക്കണം, ബാക്കി 4 ഒഴിച്ചിടണം. അങ്ങനെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യുക്താഹാരം, അങ്ങനെ ഭഗവാൻ പറഞ്ഞു യുക്താഹാരം കഴിച്ചാൽ മനസ്സ് നിയന്ത്രിക്കാം. ലോകം പഠിക്കേണ്ട കാര്യമല്ലേ? ചിക്കൻ കഴിച്ചാൽ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുമോ? പോത്ത് തിന്നാൽ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുമോ? കാളയെ തിന്നാൽ കാളയെ പോലെ ചാടത്തില്ലേ? സ്കൂളിൽ അധ്യാപകൻ ചോദ്യം ചോദിച്ചു. ഒരുത്തൻ എഴുന്നേറ്റ് ഒന്നും പറയാതെ മൗനമായിട്ടങ്ങ് നിന്നു. ഒരുത്തൻ എഴുന്നേറ്റ് കാല് വെച്ച് ചൊരം മാന്തി. ഒരുത്തൻ തല കൊണ്ട് അടുത്തവനെ ഇടിക്കാൻ പോയി. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ മിണ്ടാതെ നിന്നവൻ കുടിച്ചത് എരുമപ്പാല. അതുകൊണ്ട് പോത്തിന്റെ സ്വഭാവം മിണ്ടാതെ നിൽക്കും. ചൊരമാന്തിയവൻ കുടിച്ചത് ആടിന്റെ പാല, അമ്മയുടെ പാലല്ല. അതുകൊണ്ടാണ് കാലിട്ട് മാന്തുന്നത്. മുട്ടുകൊണ്ട് ഇടിക്കാൻ പോയവൻ കാളയുടെ പാൽ, പശുവിന്റെ പാലാ കുടിച്ച കാളയുടെ സ്വഭാവം കാണിക്കും. എന്ത് കഴിക്കും നീ എന്ന് മനുഷ്യരെന്ന് പറയുന്നത് അവന്റെ ഭക്ഷണമാണ്. ജന്മനാ മനുഷ്യനെ സൃഷ്ടിച്ചത് വെജിറ്റേറിയൻ ആയിട്ടാണെന്നാണ് എന്റെ അഭിപ്രായം. ജന്മനാ മനുഷ്യൻ വെജിറ്റേറിയനാണ് അല്ലേ? അതുകൊണ്ടാണ് വെജിറ്റബിൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞത്. ഹിംസ്ര ജന്തുക്കൾ, മാംസഭൂക്കുകളായ ഏത് മൃഗത്തെ നോക്കിയാലും അതിന് തേറ്റയുണ്ട്. കടുവ, സിംഹം, പുലി, പട്ടി, പൂച്ച, തേറ്റയുണ്ട്. മനുഷ്യന് തേറ്റയുണ്ടോ? പശു, ആട്, കാള, പോത്ത് തേറ്റയില്ല, കാരണം സസ്യഭൂക്കാണ്. മാംസഭൂക്കുകൾ പകൽ ഉറങ്ങുകയും രാത്രി എഴുന്നേറ്റടക്കുകയും ചെയ്യും. കടുവ, പുലി, നായ, പൂച്ചയെല്ലാം പകൽ ഉറങ്ങും, രാത്രി നടക്കും. മനുഷ്യനോ രാത്രി ഉറങ്ങുകയും പകൽ നടക്കുകയും വിടുന്ന മനുഷ്യനാണ്. അതൊന്ന് വെജിറ്റേറിയനാണ്. മനുഷ്യൻ സൃഷ്ടിയിൽ അവന്റെ സൃഷ്ടിപരമായി അവൻ വെജിറ്റേറിയനാണ്. ഹിംസ്ര ജന്തുക്കൾ, മാംസഭുക്കുകൾ വെള്ളം കണ്ടാൽ നക്കിയെ കുടിക്കൂ, വലിച്ചു കുടിക്കത്തില്ല. കടുവായും സിംഹവും പുലിയും പൂച്ചയും നമ്മൾ പറയത്തില്ലേ, പട്ടി കടലിൽ ചെന്നാലും പമ്പയാറ് കണ്ടാലും നക്കിയെ കുടിക്കൂ. മാംസഭുക്കുകൾ വെള്ളം നക്കിയെ കുടിക്കൂ, സസ്യഭുക്കുകൾ വെള്ളം വലിച്ചേ കുടിക്കൂ. ആട്, കാള, പോത്ത്, എരുമ എല്ലാം വെള്ളം വലിച്ചു കുടിക്കും. മനുഷ്യൻ വെള്ളം വലിച്ചു കുടിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഹേ അർജുന, ആദ്യം യുക്ത ആഹാരം വേണം, പിന്നെ നീഹാരം, അതുപോലെ യുക്തമായ നിദ്ര വേണം. ഇന്ന് എത്ര ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു ശാന്തമായി ഉറങ്ങണം, ശാന്തമായി ഉറങ്ങണം, വിദ്യാർത്ഥികൾ 8 മണിക്കൂർ ഉറങ്ങണം, മുതിർന്നവർ 6 മണിക്കൂർ ഉറങ്ങണം. ഇത് പറയാത്ത ഡോക്ടർമാരുണ്ടോ? ആരോഗ്യ വകുപ്പുണ്ടോ? ഭഗവാൻ പറഞ്ഞു ശരിയായി ഉറങ്ങിയെങ്കിലേ മനസ്സ് നേരെ നീക്കും. അവബോധവും ഉണ്ടാകണം. ഞാനിപ്പോ വർണ്ണിക്കുന്നതിൽ അവബോധം എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിദ്ര വരും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അർജുന, പടിപടിയായി ശീലങ്ങൾ പഠിപ്പിച്ചു മനസ്സിനെ നേരെ നിർത്താൻ. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ എന്ത് വേണം? മനസ്സിന്റെ നിയന്ത്രണം പിന്നെയും പറയുന്നുണ്ട് വേറെ. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകം. മനസ്സിന് നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ മനസ്സ് നിന്റെ ശത്രുവാകുമെന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. ശത്രുവ, അത് നിന്റെ ശത്രുവാകും. നിയന്ത്രണമില്ലാത്ത മനസ്സ് നിന്റെ ശത്രുവാകും. സ്ട്രെസ് മാനേജ്മെന്റ്, മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന ഫസ്റ്റ് ഡയലോഗ് തന്നെ, ഡു നോട്ട് തിങ്ക് അബൌട്ട് റിവഞ്ച്, ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. പ്രതികാരത്തെ കുറിച്ച് ചിന്തിക്കരുത്. ഒന്നാമത്തെ പോയിന്റ് അതാ പഠിപ്പിക്കുന്നത്. സ്ട്രെസ് മാനേജ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് സ്ട്രെസ്, ഒന്നാമത് പിടിച്ചതാണ്. പ്രതികാരത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം പ്രതികാര ചിന്ത വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇരുന്നാലോചിക്ക് എന്തെല്ലാം അവന് പണി കൊടുക്കുക. അങ്ങനെ ഒരു വാക്കിപ്പോ വന്നിട്ടുണ്ട്. അയ്യോ, ശബ്ദധാരാവലിയിൽ ഈ വാക്കിന് അർത്ഥം പറഞ്ഞിട്ടില്ല. പണി കൊടുക്കുക, ഈ വാക്കിന് ശബ്ദധാരാവലിയിൽ അർത്ഥമില്ല. ഞാൻ എങ്ങനെ ആർക്കെന്ത് പണി കൊടുക്കണമെന്ന് ആലോചിക്കുക.
ഞാൻ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കൊണ്ട് പോയിട്ടുണ്ട്. ബോംബെയിൽ കഴിഞ്ഞ മാസം സംഘടിപ്പിച്ചവരാണ് ഇരിക്കുന്ന സോമൻ ചേട്ടനും ഭാര്യയും. ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയി, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പോയി. അവിടെ എങ്ങും കാണാത്ത ഒരു ഉപകരണം. ഭഗവാൻ പറഞ്ഞ മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ പ്രതികാര ചിന്ത ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ഉദാഹരണം പറയാ. ഈ പ്രതികാര ചിന്തയും വരുമ്പോഴാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം, മറ്റുള്ളവർക്ക് പണി കൊടുക്കണം എന്നൊക്കെ തോന്നുന്നത്. ഞാൻ പോയ ഒരു സംസ്ഥാനങ്ങളിൽ ഞാൻ കണ്ട ലോകത്തിന്റെ ഒരു രാജ്യങ്ങളിലും ഇല്ലാത്ത ഒരു ഉപകരണം കേരളത്തിലുണ്ട്. an equipment. കേരളത്തിൽ മാത്രമേ ആ ഉപകരണം ഉള്ളൂ, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഏതാ ഉപകരണം എന്നറിയാമോ? ഈ തേങ്ങ വധിക്കുന്ന ഉപകരണം. തേങ്ങ വധിക്കുന്ന ഉപകരണം പാര. പാര കണ്ടുപിടിച്ചവൻ മലയാളിയാണല്ലോ. ആർക്കെന്ത് പാര വെക്കണം എന്ന് ആലോചിക്കുന്ന അതാണ് പ്രതികാര ചിന്ത. ഡു നോട്ട് തിങ്ക് അബൌട്ട് റിവഞ്ച്. പാര വയ്ക്കുക മാത്രമല്ല, ആർക്കെന്ത് പണി കൊടുക്കാൻ ശ്രമിക്കുക, ഏത് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഞാൻ ജപ്പാനിൽ ഒരിക്കൽ പരിപാടി പോയി, ടോക്കിയോയിൽ. ജോർജ് ഓണക്കൂർ സാറും ബിച്ചുവേട്ടനും ഉണ്ടായിരുന്നു കൂടെ. വയലാറിനേക്കാൾ എനിക്കിഷ്ടം ബിച്ചുവിനെയാണ്. എൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം വയലാറിൻ്റെ കോമഡി പാട്ട് എഴുതാൻ പറ്റുമോ? വയലാറിൻ്റെ പാട്ട് എഴുതണമെങ്കിൽ അടച്ചു കെട്ടിയ മുറിയും ഏകാഗ്രതയൊക്കെ വേണം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽക്കും, ബിച്ചുവേട്ടനോട് ഒരു ബുക്ക് കൊണ്ട് കൊടുത്തേക്ക് പാട്ട് എഴുതാൻ പറയാൻ ചാരി ഇരുന്നുകൊണ്ട് അപ്പോൾ എഴുതും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 75-ൽ ബിച്ചുവേട്ടനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ബിച്ചുവേട്ടന്റെ ഭാര്യ പറഞ്ഞു, മ്യൂസിയത്തിന്റെ മുറ്റത്ത് എവിടെയെങ്കിലും കാണാം, അങ്ങോട്ട് പോയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആ മ്യൂസിയത്തിന്റെ എൻട്രൻസ്, ആ ഗേറ്റ് അങ്ങോട്ട് കടക്കുന്നിടത്ത് ഒരു വാഗമരമുണ്ട്, അവിടെ ചാരി ഇരുന്ന് പാട്ടെഴുതിക്കൊണ്ടിരിക്കുക. ഒരു ബുക്കിനകത്ത് മ്യൂസിയത്തിലെ ദുരുദുര വണ്ടിയും ഓണട്ടിയും ബഹളവും സന്ദർശകരും വരുന്ന മ്യൂസിയത്തിലെ അങ്ങോട്ട് കയറുന്നിടത്തെ വാഗമരത്തിന് ചവിട്ടി കുത്തിയിരുന്ന് എഴുതുക ഒരു പാട്ട്. അപ്പൊ ഞാൻ വിളിച്ചോട്ടാ, ഇതെന്താണ്, കവിതയാണോ അതോ വീക്കിലിക്ക് കൊടുക്കാനാണോ ഓണപ്പതിപ്പിന് കൊടുക്കാനോ? അല്ലടേ സിനിമ പാട്ടാ. ഞാൻ എന്തിയെ നോക്കട്ടെ. മരത്തേച്ചാരി എഴുതിയ പാട്ടാ, സൂപ്പർ ഹിറ്റായ പാട്ട് 75-ലെ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നെ. വാഗമരത്തേലാണ് ചാരിയിരിക്കുന്നത്, അതിനെപ്പറ്റി ആയിരിക്കും. അതിന്റെ അന്തരാർത്ഥം എത്ര രസമാണ്. വിധുവദനയായി വിവശയായവളൊരുങ്ങി നിന്നു, നാണം കുണുങ്ങി നിന്നു. ഇത് ബിച്ചിനെ കൊണ്ടേ പറ്റും അല്ലേ? ഹൃദയം ദേവാലയം. എത്ര നല്ല വരികളാണ്. പോട്ടെ, കോമഡി പാട്ടെഴുതാൻ വയലാറിനെ കൊണ്ട് കോമഡി പാട്ടെഴുതാൻ പറ്റുമോ? ബിച്ചുവേട്ടനെ വരും. പാവാട വേണം, മേലാട വേണം, പാടുന്നത് കുതിരവട്ടം അഭിനയിക്കുന്ന പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തു. ശ്യാമ് ട്യൂൺ ചെയ്ത് കൊടുത്തിട്ട്. അപ്പൊ ഞാൻ കൂടെ മദ്രാസിൽ വെച്ചാണ്, ബാംഗ്ലൂർ ഹോട്ടലിൽ. ശ്യാമ ഈ പാട്ടിന് ട്യൂൺ ചെയ്ത് കൊടുത്തു. തന്നാന താന തന്നാന ട്യൂൺ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കുളിക്കാൻ പോയി. ബിച്ചുവേട്ടന് എഴുതാനും ഇരുന്നു. കുളിച്ചേച്ച് ഇറങ്ങി വന്നപ്പം എഴുതി കൊടുത്ത പാട്ടാണ് പാവാട വേണം. അതിന്റെ അടിയിൽ ഏത് കോമഡി എഴുതിയാലും ബിച്ചുവിനടിക്ക് ഒരു മെസ്സേജ് വയ്ക്കും. അതു കഴിഞ്ഞവനുമായി സുവർഗത്തിലിരിക്കുമ്പം നിക്കാരമറക്ക് മെസ്സേജ് ഉണ്ടായില്ല. അങ്ങനത്തെ ബിച്ചുവും ജോർജ് ഓണക്കൂർ സാറും ഞാൻ ജപ്പാനിലെ ടോക്കിയോയിൽ ഒരു ഡെലിഗേഷൻ പോയതാണ്. അപ്പൊ രസകരമായൊരു സംഭവം, മാനസിക സമ്മർദ്ദം ലഘൂകരിച്ചിട്ടല്ലാതെ ജപ്പാനിലെ ഫാക്ടറികളിലായാലും പബ്ലിക് വർക്ക് ഏരിയയിലായാലും ശരി, അത് ലഘൂകരിച്ചിട്ടല്ലാതെ ഒരു സ്റ്റാഫിനെയും വീട്ടിൽ അവരയക്കത്തില്ല. പരിപാടിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാ പ്രവർത്തനശാലയുടെയും താഴെ ഒരു റിക്രിയേഷൻ ഹാള് കാണും. അവിടെ കളിക്കാനുള്ള ഉപകരണങ്ങൾ കാണും, കഴിക്കാനുള്ള സാധനങ്ങൾ കാണും, ഇങ്ങനെ പലതും കാണും. അതെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടേ പോകാവൂ. ഓഫീസിലേക്ക് പോകുമ്പോൾ പഞ്ചിങ് ചെയ്യേണ്ടതില്ല ജപ്പാനിൽ. തിരിച്ചു വരുമ്പോൾ പഞ്ചിങ് ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ കയറി ഉറപ്പ് വേണം. അതാ സെക്രട്ടേറിയറ്റ് പഞ്ചിങ് മെഷീൻ വെച്ചല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിലുണ്ട് സകല ഉദ്യോഗസ്ഥന്മാരും കൃത്യം 10 മണിക്ക് വന്നു. ഇവിടെ ഇതെന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി CCTV വെച്ചപ്പോഴാണ് കണ്ടത്. രാവിലെ 5 മണിക്ക് നടക്കാൻ പോകുമ്പോൾ പഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പണിയൊന്നും ജപ്പാനിലില്ല. തിരിച്ചു പോകുമ്പോൾ റിലാക്സ് ചെയ്ത് പോകണം. അങ്ങനെ ഏതാണ്ട് ഒരു 3000 പേര് പണിയെടുക്കുന്ന ഒരു ഫാക്ടറിയിൽ ഞങ്ങൾ ചെന്നപ്പോ അതിന്റെ താഴെ നമ്മുടെ ഏതാണ്ട് ഈ സ്റ്റേജിനോളം വലിപ്പമുള്ള ഒരു
ഹാൾ ഇങ്ങനെ കെട്ടിത്തിരിച്ചു വെച്ചിരിക്കുക. അതിന്റെ നടുവിൽ വലിയൊരു മനുഷ്യന്റെ പ്രതിമ വെച്ചിരിക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിൽ പങ്കെടുത്തവർക്കറിയാം, ഭീമസേനനെ കെട്ടിക്കൊണ്ടുവരും. അതുപോലെ വിഗ്രഹം വെച്ചിരിക്കുന്നു. മുന്നിൽ കുറച്ച് കുട്ടകളിൽ തക്കാളിപ്പഴം വെച്ചിരിക്കുന്നു. ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ചിലർ വന്നിട്ട് ഈ തക്കാളിപ്പഴം പറക്കി ഈ പ്രതിമയിൽ എറിയുകയാണ്. ചിലരെ എറിയുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഓരോന്ന് കഴിക്കാനും കുടിക്കാനും എല്ലാം പോയി. ഇപ്പൊ ഞാൻ ബിച്ചോടനോട് ചോദിച്ചു, ബിച്ചോട്ട ഇതെന്താ ഏതാണ്ട് പൂജയുടെ പരിപാടിയാന്ന് തോന്നുന്നല്ലോ, ഇവിടെ തക്കാളി വെച്ചാണോ പൂജ? ബിച്ചോട്ടൻ പറഞ്ഞാൽ ഏറിന്റെ രീതി കഴിഞ്ഞിട്ട് അതിന് പൂജയാണെന്ന് തോന്നുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോയി അന്വേഷിക്കാന്ന് പറയും. ഇന്റർപ്രറ്ററുടെ സഹായത്തോട്, ജപ്പാൻ ഭാഷ ഞങ്ങൾക്ക് അറിയത്തില്ല, ഇന്റർപ്രറ്ററുടെ സഹായത്തോടുകൂടി അവിടെ ചെന്ന് ഇവരോട് ചോദിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. സുപ്പീരിയർ ഓഫീസേഴ്സ് ഈ സ്ഥാപനത്തിൽ അവരുടെ മേലുദ്യോഗസ്ഥർ ആരെയെങ്കിലും മാനസിക സമ്മർദ്ദത്തിലാക്കോ വഴക്ക് പറയോ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വന്ന് ഈ ഇരിക്കുന്ന പ്രതിമ നമ്മുടെ ഓഫീസറാണെന്ന് പറഞ്ഞാൽ എറിയുന്നത്. ഞാൻ ബിച്ചോട്ടിനോട് ചോദിച്ചു, ബിച്ചോട്ടാ ഈ പണി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പ്രതിമ വെച്ചാൽ എങ്ങനെ ഇരിക്കും? പാര കണ്ടുപിടിച്ച നാടാണ് കേരളം. ബിച്ചോട്ടൻ പറഞ്ഞു, അന്നേരം കേരളത്തിലാന്നേ ചെരുപ്പും കല്ലുമൊക്കെ എടുത്ത് എറിയുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ബിച്ചോട്ടൻ പാട്ട് ഒരുപാട് എന്തെങ്കിലും മലയാളിയുടെ മനസ്സറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സുപ്പീരിയർ ഓഫീസർ ഒരു പ്രതിമ ഇങ്ങനെ വെച്ചാൽ മലയാളികളാണ് വരുന്നതെങ്കിൽ ചിലര് വന്നിട്ട് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ച് തൊഴുതേച്ചു മണിയടി കക്ഷി, ചിലര് വന്നിട്ട് തക്കാളി പറക്കി എറിയും. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അയ്യോ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് കാമക്രോധ ലോഭാദികൾ ബാധിച്ചിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ മൂന്നാമതൊരു കൂട്ടർ വരും. അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൂരെ മാറിയതെല്ലാം ശ്രദ്ധിക്കും. പിറ്റേന്ന് ഓഫീസറോട് പറഞ്ഞു കൊടുക്കും, ആരെല്ലാം തക്കാളി എറിഞ്ഞു, ആരെല്ലാം ചന്ദനത്തിരി കത്തിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടം. അത് മലയാളത്തിലേ ഉള്ളൂ, കേരളത്തിലേ ഉള്ളൂ. ബിച്ചേടൻ അവിടെ നിന്ന് തന്നെ കൈയടിച്ചൊരു ചായ മേടിക്കും. ഈ കാമവും ക്രോധവും ലോഭവും വരുമ്പോൾ, എല്ലാ മോഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവനിൽ അസൂയ ജനിക്കും. അവൻ ആരെയും ഏതു തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പരിശ്രമിക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ മനസ്സിന്റെ വൈകല്യം പരിഹരിക്കാൻ പഠിപ്പിച്ചത് ശ്ലോകമാണത്. ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തദാലോഭ തസ്മാത് ഏതത്രയം ത്യജ്. ഇത് മൂന്നും കളയണം. ഇപ്പൊ മനസ്സിന് സമാധാനം വരത്തില്ലേ? ഇതുകൊണ്ടൊന്നും മനസ്സിനെ കാറ്റില്ലാത്ത ദീപനാളം പോലെ പിടിച്ചു നിർത്താൻ അർജുന നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണം? മറ്റൊരാളുടെ സഹായം തേടണം. ദാറ്റ് ഈസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാം, സൈക്കോളജിസ്റ്റ് ആകാം, സൈക്യാട്രിസ്റ്റ് ആകാം. മാനസിക സമ്മർദ്ദം മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയൂ. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ ആ സമ്മർദ്ദം ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഏത് വേദിയിലും പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോതെറാപ്പി ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ഞങ്ങൾ തേടിയൊരു പഠിക്കും മാനസികം എന്നൊരു വിഷയമുണ്ട്. അന്ന് ഊളംപാറയിലാണ് ഞങ്ങളുടെ പ്രാക്ടീസ്. അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നത് കേരളം കണ്ട പോരാ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മനോരോഗ ചികിത്സകളിൽ ഒരാളായിരുന്ന ഡോക്ടർ ശാന്തകുമാറാണ് അന്നത്തെ അവിടുത്തെ സൂപ്രണ്ട്. 37 പുസ്തകം കണ്ടിട്ടുണ്ട്. ശാന്തകുമാർ സർ ക്ലാസ് എടുത്തപ്പോൾ, കൗൺസിലിംഗ് ക്ലാസ് എടുത്തപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞത്, മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യരെ മനസ്സമാധാനപ്പെടുത്താൻ വേണ്ടി മെയിൻ്റനൻസ് ഓഫ് സ്ട്രെസ് ക്ലാസ് എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. 2, ആൻസർ വിത്തൗട്ട് ആർഗ്യുമെന്റ്. 3, എൻജോയ് വിത്തൗട്ട് കംപ്ലൈന്റ്. ഈ 3 കാര്യം കൈകാര്യം ചെയ്യുന്ന ഏത് ഡോക്ടറും മാനസിക ഡോക്ടറും ചെയ്യും. സമ്മർദ്ദത്തിൽ വരുന്ന മനുഷ്യരെ എന്തു പറയുന്നുവോ അതെന്ത് വേണം? 1, ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. തടസ്സപ്പെടുത്താതെ, മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്നവരെ തടസ്സപ്പെടുത്താതെ അത് മുഴുവൻ മാനസിക പ്രയാസങ്ങൾ മുഴുവൻ കേൾക്കാൻ തയ്യാറാകണം. 1 പറഞ്ഞ് 2 പറയുമ്പോഴത്തേക്ക് ഡോക്ടർ കയറി ഇടപെടരുത്. ഇന്ററപ്ഷൻ ഇല്ലാതെ സംസാരിക്കാൻ അവരെ സമ്മതിക്കണം.
ഇത് പറഞ്ഞപ്പോൾ ശാന്തകുമാർ സാറിൻ്റെ സഹോദരി എന്നെ പുനരൂരസം കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചാണ്. അതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നെപ്പറ്റി പറഞ്ഞു കൊടുത്തതിൽ ചെറിയ സ്വാധീനമുണ്ട്. അപ്പം ഞാൻ ഉടനെ സാറിനോട് പറയും, സാർ അങ്ങനെയെങ്കിൽ ലൈബനീസോ, ലോകമറിഞ്ഞ സൈക്യാട്രിസ്റ്റുകളായ ലൈബനീസോ, സ്പിനോസയോ, ബ്രാഡ്മാനോ, സിഗ്മണ്ട് ഫ്രോയിഡോ ഒക്കെ ഇത് പറയുന്നതിന് സഹസ്രാബ്ദം, ആയിരക്കണക്കിന് കൊല്ലത്തിനപ്പുറം ഈ തത്വം പഠിപ്പിച്ചൊരു ഗ്രന്ഥമുണ്ട്. ദാറ്റ് ഈസ് ഭഗവത്ഗീത. ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. 18 അധ്യായം. അതിന്റെ വർണ്ണനയൊന്നും ഞാൻ പറയുന്നില്ല. 18 പുരാണമാണെന്നും അതിന്റെ ഒരുപാട് സംഗതികളുണ്ട്. ഈ 18 കൊടുത്ത് എന്തിനാ? 18 പടിയുമുണ്ട്. അത് കയറി ചെന്നാൽ സ്വർണം പൊട്ടിച്ചുണ്ട് പോയി കാലന്മാരെ. ഈ പടി ചവിട്ടി കയറുമ്പോഴെങ്കിലും ആലോചിക്കണ്ടേ എന്തിനാ 18 പടി വെച്ചേക്കുന്നത്? ഈ നരകക്കുണ്ടി വീഴത്തേ ഉള്ളൂ. ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല. അതാണ് 18 അധ്യായം. ആ 18 അധ്യായത്തിലെ 1-ാമത്തെ അധ്യായം ഒന്ന് മറിച്ച് ശ്രദ്ധിച്ചു നോക്കൂ. ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞ ഉപദേശങ്ങളല്ലേ? അതെ. 1-ാമത്തെ അധ്യായം മുഴുവൻ ഭഗവാൻ വേണ്ടേ പറയാൻ? ഭഗവാൻ വേണ്ടേ പറയാൻ? 1-ാമത്തെ അധ്യായം മുഴുവൻ നിങ്ങൾ മറിച്ചു നോക്കിയാൽ വിഷാദയോഗം. അർജുനം പറഞ്ഞു. 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഒന്നും മിണ്ടിയിട്ടില്ല. എന്താ കാര്യം? ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. അർജുനൻ ഡിപ്രസ്ഡ് ആണ്. ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അർജുനന്റെ സങ്കടം തീർക്കണമെങ്കിൽ ഇന്ററപ്ഷൻ ഇല്ലാതെ, ഇടയ്ക്ക് തടസ്സമുണ്ടാക്കാതെ കുത്തിയിരുന്ന് കേൾക്കണം. ഇത് പഠിപ്പിച്ച സൈക്കോതെറാപ്പിയുടെ ഗ്രന്ഥം ഭഗവത്ഗീതയാണ് സഹോദരങ്ങളെ. പിന്നെ എത്രയോ കാലം, നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാൽ സ്പിനോസയും ബ്രാഡ്മാനും ഒക്കെ വന്നത്. ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. 18 അധ്യായത്തിൽ 1-ാമത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഭഗവാൻ മിണ്ടുന്നില്ല. ഭഗവാന്റെ ഗീതയാണ്, ഭഗവത്ഗീതയാണ്. പക്ഷേ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 1-ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറഞ്ഞത് മുഴുവൻ കേട്ടു. 2-ാമത്തെ അധ്യായത്തിൽ ഈ കസ്മല മനോഭാവം നിനക്ക് എങ്ങനെ ഉണ്ടായി എന്നും ഒരു ചോദ്യം. എന്നിട്ട് ഒരേ ഒരു മറുപടി. ഒരു ശ്ലോകത്തിൽ അർജുനന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുത്ത് അടുത്ത ശ്ലോകത്തിൽ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തക്ത ഉത്തിഷ്ഠ പരന്തപ. ക്ലീമത, ആണും പെണ്ണും കെട്ട സ്വഭാവം, അതാണ് ക്ലീമത, ക്ലൈബ്യം. അത് പാടില്ല നിനക്ക്. അത് ഉപേക്ഷിച്ച് ഹൃദയത്തിന് ദൗർബല്യമാണ് ഈ മാനസിക വിഭ്രാന്തി. അത് ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രാർത്ഥന ഉപദേശിക്കുമ്പോൾ ഒരധ്യായം മുഴുവൻ സങ്കടവും സംശയങ്ങളും പറഞ്ഞത് മുഴുവൻ കേട്ട ഭഗവാൻ ഒരു ശ്ലോകത്തിലൂടെ അവസ്ഥ ബോധിപ്പിക്കുന്ന 2-ാമത്തെ ശ്ലോകത്തിലുള്ള മറുപടി വരെ. ശരിക്കും ഒരു ശ്ലോകത്തിലെ മറുപടി പറഞ്ഞുള്ളൂ. ഒറ്റ ശ്ലോകത്തിൽ മറുപടി പറഞ്ഞപ്പോൾ അർജുനൻ പിന്നെയും 5 ശ്ലോകത്തിൽ പരാതി പറഞ്ഞു. നമ്മൾ ആരെ കൊണ്ടെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഇത്രയും നേരം നീ പറഞ്ഞില്ലയോടാ, ഇനി ഞാൻ പറയട്ടെന്ന് പറയത്തില്ലേ? ഭഗവാൻ മിണ്ടാതിരുന്ന് കേട്ടു. കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ, 2-ാമത് ക്ലൈബ്യമാസമകമായിട്ടുള്ള ആ ശ്ലോകം പരിശോധിക്കുമ്പോൾ അടുത്ത മനോരോഗ ചികിത്സയുടെ തത്വം ആൻസർ വിത്തൗട്ട് ആർഗ്യുമെന്റ് ഇല്ലാതെ ഭഗവാൻ പറഞ്ഞത്. 3-ാമത് പറഞ്ഞതാണ് എൻജോയ് വിതൗട്ട് കംപ്ലൈന്റ്. പടിപടിയായി ഉണ്ടാകുന്ന മാനസിക ഉയർച്ച കാണുമ്പോൾ അവരിൽ വീഴ്ചകൾ വരാം. മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടവരാകാം. അതുകൊണ്ട് അവർക്ക് വീഴ്ച വരാം. അവർ പൂർണ്ണമായി കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചെന്ന് വരില്ല. അതുകൊണ്ട് എൻജോയ് വിതൗട്ട് കംപ്ലൈന്റ്. അവൻ ചെയ്യുന്ന ഓരോ ചെറിയ നല്ല കാര്യങ്ങളും പരാതി പറയാതെ ആസ്വദിക്കുക. പരാതി പറയാതെ ഒരാളുടെ പ്രവൃത്തി ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? ഇത്തിരി വേദാന്തമാണ്. അതുകൊണ്ട് ഇത്തിരി പ്രയാസം വരുമോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നിടത്തോളം ലളിതമായി പറയാം. പരാതി പറയാതെ ഒരാളുടെ കർമ്മം ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? ആ കർമ്മം ചെയ്യുന്നവൻ ആ കർമ്മം പരിപൂർണമായും അഭിനിവേശത്തോടെ, അതിനാണ് ഇംഗ്ലീഷിൽ പറയുന്ന പാഷൻ. ഫിറ്റ് ഈസ് പാഷൻ. ഒരു കാര്യത്തിന് ഫിറ്റ് ആകണമെങ്കിൽ,
ഒരു പ്രവൃത്തിക്ക് ഒരാൾ ഫിറ്റ് ആകണമെങ്കിൽ എന്ത് വേണം? പാഷൻ വേണം. ഞാൻ ഡോക്ടറായി, എനിക്ക് പാഷൻ ഉണ്ടെങ്കിൽ രോഗിയെ ചികിത്സിക്കാൻ പറ്റൂ. ഈ ഇരിക്കുന്ന രാജീവ് കുളനടയിൽ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ വസ്ത്രം തുന്നലാണ്. എൻ്റെ സകല ജുബായും പാൻറ്റും ഒക്കെ തയ്ച്ചു തരുന്ന ഡിസൈനറാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ആ തയ്യൽ തൊഴിലിനോട് പാഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ. ഇല്ലേ 2 ദിവസം തയ്ച്ചു മിഷനും കളയാൻ ഞാൻ പാടില്ല. ഏതൊരു പ്രവൃത്തിക്കും പാഷൻ ഉണ്ടാകണം. ആ പാഷൻ എന്ന് പറയുന്നത് അതൊരു വിലമതിക്കാൻ കഴിയാത്ത ഇൻഹറന്റായ ഫോഴ്സാണ്. അങ്ങ് ഉള്ളറയിൽ നിന്ന് വരുന്ന പരിപൂർണമായ സമർപ്പണത്തിന്റെ ഫോഴ്സാണ് പാഷൻ എന്ന് പറയുന്ന അഭിനിവേശം. അഭിനിവേശത്തോടെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ അതിൽ കംപ്ലൈന്റ് വരില്ല. ഈ അഭിനിവേശം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ആ ചെയ്യുന്ന കാര്യം സ്വയം തിരഞ്ഞെടുക്കണം. അടിച്ചേൽപ്പിച്ചാൽ പറ്റില്ല. നീ ഇവിടെ തയ്ക്കടാ എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ ഇവിടെ ചികിത്സിക്കടാ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അടിച്ചേൽപ്പിക്കുന്നതൊന്നും പാഷനാകില്ല. പാഷനാണെങ്കിൽ അത് സ്വയം അറിഞ്ഞു പ്രവർത്തിക്കണം. അറിയണമെങ്കിൽ എന്ത് വേണം? അവഗാഹമായത് മനസ്സിലാക്കണം. അതുകൊണ്ട് 18 അധ്യായം അവതരിപ്പിക്കുന്ന ഭഗവത്ഗീതയിൽ അവസാനത്തെ അധ്യായത്തിന്റെ 63-ാം ശ്ലോകം വരുമ്പോൾ അർജുനനും ഭഗവാനുമായി ചോദ്യമുത്തരം 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 അങ്ങനെ കടന്നു പോയി അവസാനം ഭഗവാൻ പറഞ്ഞു കൊടുത്ത് എല്ലാ നിഗൂഹനം ചെയ്ത അറിവുകളും പറഞ്ഞു കൊടുത്തിട്ട്, അർജുന, ഞാൻ വെറും യാദവനായ കൃഷ്ണനല്ല കേട്ടോ, അവിടുത്തെ വിശ്വരൂപം കാട്ടിക്കൊടുത്ത അർജുനന്. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ യാദവനായ കാലി വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനല്ല. വിശ്വരൂപവും കാണിച്ചു. അതിനുശേഷമാണ് നല്ല ഹൃദയം കൊടുത്ത് ചിന്തിക്കണം. ലോകത്തിൽ ഇന്നോളം ഒരു ആധ്യാത്മിക ഗ്രന്ഥവും കൊടുക്കാത്തൊരു സ്വാതന്ത്ര്യം ഭഗവത്ഗീത നൽകിയിട്ടുണ്ട്. ഏതൊരു ആത്മീയ ഗ്രന്ഥവും പറയുന്നത് എന്താണ്? കണ്ണടച്ച് അതുപോലെ അങ്ങനെ അനുസരിച്ചോളൂന്ന്. വള്ളി വ്യത്യാസം വരുത്തിയാൽ നീ മതങ്ങൾക്ക് പുറത്താണ്. ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിലേ നടക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നോണം. ഇവിടെ വരയിട്ടാൽ അവിടെ നിന്നോണം. പക്ഷെ ഭഗവത്ഗീത പാഷനേറ്റ് ആക്കാൻ, പാഷനെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ആത്മബോധം ഉണ്ടാകണം. ഭഗവാൻ പറയുന്നു അർജുനോട്, ഇതിലേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ വിമൃശ്യേത്തദശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. അർജുന, ഇതിലേ ജ്ഞാനം ആഖ്യാതം ഗുഹ്യതരം മയ, നിഗൂഹനം ചെയ്യപ്പെട്ട, നിഗൂഢമാക്കപ്പെട്ട ഒരുപാട് അറിവുകൾ അർജുന നിനക്ക് ഞാൻ പകർന്നു തന്നു. പക്ഷേ നീ അതൊന്നും കണ്ണുമടച്ച് അനുസരിക്കുന്നു. അയ്യോ, എന്തൊരു വർത്താനം അത്! ഒന്നും കണ്ണുമടച്ച് അനുസരിക്കരുത്. സൂര്യ TV-യിൽ ഞാൻ 10 കൊല്ലം തിങ്കൾ മുതൽ വെള്ളി വരെ അവതരിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു ആത്മീയധാര. ലതയൊക്കെ സ്ഥിരം കാണുന്ന കക്ഷികളായിരുന്നു. ആത്മീയധാര 10 കൊല്ലം തിങ്കൾ മുതൽ വെള്ളി വരെ. അപ്പൊ ആത്മീയധാര ഒരു ദിവസം ഞാൻ വിചാരിച്ചു ബൈബിളിലെ പ്രാർത്ഥന ഒന്ന് അവതരിപ്പിച്ചാലെന്ന്. എനിക്കറിയാവുന്നതെല്ലാം എഴുതിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മാർത്തോമാ സഭയുടെ മേലധ്യക്ഷനായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. 17 വയസ്സ് മുതൽ എനിക്ക് തിരുമേനി പരിചയമുണ്ട്. കാലം ചെയ്യുന്നതുവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമായിരുന്നു. അപ്പൊ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ നേരെ കോഴഞ്ചേരി റിട്രീറ്റ് സെന്ററിൽ ഉണ്ടായിരുന്നു. ക്രിസോസ്റ്റം തിരുമേനിയോട് പറഞ്ഞു, ബൈബിളിലെ പ്രാർത്ഥന സൂര്യൻ അവതരിപ്പിക്കണം. അതിൽ പ്രാർത്ഥനയുടെ പുസ്തകം എന്തെങ്കിലും ഉണ്ടോ? ബൈബിളിൽ നിന്ന് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ വായിച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. പല ഗ്രന്ഥങ്ങളും തരാനുണ്ടോ? ക്രിസോസ്റ്റം തിരുമേനി ഉടനെ എന്നോട് ചോദിച്ചു, ബൈബിൾ വായിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. വായിക്കരുത്. ഒരു സഭയുടെ മേലധ്യക്ഷൻ വായിക്കരുത്. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇടപാടാ? അന്തം വിട്ട് നോക്കിയിരുന്ന ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു, മനോരമ വായിക്കണം. ഞാൻ വിചാരിച്ചിട്ട് ആ ബൈബിളിനേക്കാൾ കൂടി തന്നോ മനോരമ. ഇതെന്ത് വർത്തമാനമായി അദ്ദേഹം പറയുന്നത്? വീണ്ടും അദ്ദേഹം പറയുന്നു, ബൈബിൾ വായിക്കാനുള്ളതല്ല, പഠിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. മനോരമ വായിക്കാനുള്ളതുകൊണ്ട്. എന്തൊരു ആഴമേറിയ ഒരു സന്ദേശം അദ്ദേഹം ചെറിയ വാക്കുകളിലൂടെ തന്നു. പഠിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചു പ്രവർത്തിക്കുക. അതുകൊണ്ട് വായിക്കരുത്,
പഠിച്ചു പ്രവർത്തിക്കണം. അർജുന, ഞാൻ ഈ പറഞ്ഞതൊന്നും നീ പ്രവർത്തിക്കരുത് കണ്ണുമടച്ച്. പിന്നെയോ ഇതേ ജ്ഞാനമാഖ്യാത മുഖ്യതരമ്മയ വിമർശിച്ചത് അശേഷണ. ഞാൻ പറഞ്ഞ കാര്യം മുഴുവൻ നീ വിമർശിച്ചു നോക്കണം, മനസ്സിലിട്ട് വിമർശിച്ചു നോക്കണം. അങ്ങനെ വിമർശിച്ചിട്ട് യഥാ ഇച്ഛസി തഥാ കുരു, നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. വിമർശിച്ചു നോക്കി ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മാത്രം നീ പ്രവർത്തിക്കണം. യഥാ ഇച്ഛസി തഥാ കുരു. ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥവും തരാത്ത സ്വാതന്ത്ര്യം, സഹാറ മരുഭൂമി പോലത്തെ സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് ഭഗവത്ഗീത. മാത്രമല്ല ആ ത്രിവിധം നരകദ്വാരം പഠിപ്പിച്ചല്ലോ. ഇത് മാനസിക പ്രശ്നത്തിന് മാത്രമല്ല, മാനുഷികമായി മനുഷ്യൻ ജീവിക്കാനും മറ്റുള്ളവരോട് പ്രവർത്തിക്കാനുള്ള കർമ്മങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അതാണ് സർവത്ര സമഭാവന. കാമവും ക്രോധവും ലോഭവും എത്ര നാശങ്ങളാണ് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ക്രോധത്തെ വർണ്ണിച്ചുകൊണ്ട് ക്രോധാത് ഭവതി സമ്മോഹ, നമുക്കറിയാമോ ശ്ലോകമെല്ലാം നമുക്കറിയാം. ക്രോധം കൊണ്ട് സമൂഹം വരും, അതിലൂടെ സ്മൃതി വിഭ്രമം വരും, സ്മൃതിഭ്രംശോ ബുദ്ധിനാശം വരും, ബുദ്ധിനാശ പ്രണശ്യതി. അവസാനിച്ചു. തുടക്കം കോപമാണ്. അത് ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞത് മനോഹരമായി സ്കൂളിൽ പഠിക്കുമ്പോൾ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോപം കൊണ്ടങ്ങോട്ടു ചാടിയാൽ ഇരു കോപം കൊണ്ടിങ്ങോട്ടു പോരാമോ. അങ്ങോട്ട് ചാടാൻ എളുപ്പമാണ്, തിരിച്ചു കയറാൻ പ്രയാസമാണ്. ജ്വലിച്ചു കഴിഞ്ഞാൽ, കോപം വന്നു കഴിഞ്ഞാൽ, മനുഷ്യൻ കോപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരവനെ ഭ്രാന്താണെന്ന കുറച്ചു സമയത്തേക്ക് യാതൊരു ബോധവും ഉണ്ടാകത്തില്ല. ക്രോധം നിയന്ത്രിക്കാൻ 3 മിനിറ്റ് മതി. 180 സെക്കൻഡ് കോപം നിയന്ത്രിച്ചാൽ അത് അതോടെ അവസാനിച്ചു. ഈ 180 സെക്കൻഡ് പിടിച്ചു നിൽക്കാനാ വയ്യാത്തത്. വീണ്ടും 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 കോപം ജ്വലിച്ചുകൊണ്ടിരുന്നാൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡിലേക്ക് പമ്പ് ചെയ്ത് തരും. പിന്നെയും 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 കോപം വരും. അതാണ് ഒരു വർത്താനം പറഞ്ഞ് അടങ്ങിയത് പിന്നെയും ചാടിക്കരുത്, 4 വർത്താനം പറയും, പിന്നെയും അങ്ങോട്ട് മാറിയത്, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതേസമയം ഈ ഇത്രയും സമയം 3 മിനിറ്റ് 180 സെക്കൻഡ് അടങ്ങിയിരുന്നാൽ ആർക്കും കോപിക്കാൻ കഴിയില്ല. ക്രോധം നീന്തി ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശ പ്രണശ്യതി. നശിച്ചു പോകും. എത്ര ഉദാഹരണങ്ങൾ വേണം. കാലിക പ്രസക്തമായ കാലത്തിന്റെ രസാന്തരം, കാലത്തിന്റെ വിഷയങ്ങളിലൂടെ ചേർത്ത് പറയുമ്പോഴേ അതിന് സാങ്കത്യം പൂർണ്ണമാകുന്നുള്ളൂ. നമുക്കറിയാം, പാരിപ്പള്ളിക്കാരനായ ഒരു ഡിവൈഎസ്പി, പത്രത്തിലും ടി വിയിലും വന്ന വാർത്തയാണ്, നമുക്കെല്ലാം ഗുണപാഠമാണിത്. ഡിവൈഎസ്പി എനിക്ക് നല്ല അടുത്ത് പരിചയമുള്ള ആളാണ്. IMGയുടെ ഭാഗമായിട്ട് പോലീസ് ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ നല്ല പരിചയമുള്ള ആളാണ്. നല്ല സാത്വിക, നല്ല മനുഷ്യനുമാണ്. നീതിക്ക് വേണ്ടി മാത്രമേ നിൽക്കുള്ളൂ. അദ്ദേഹം തിരുവനന്തപുരത്തെ ഡ്യൂട്ടിക്കെത്തി. നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തിന് ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു. അതിന് വേറെ വളഞ്ഞ വഴിയൊന്നും ചിന്തിക്കേണ്ട. ആൺ സുഹൃത്തും പെൺ സുഹൃത്തും ഒക്കെ ആകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പരിധി വിടാതിരുന്നാൽ മതി. പണ്ട് ഫറൂഖ് കോളേജിൽ ആണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബെഞ്ചിൽ ഇടകലർന്നിരുന്ന് പഠിച്ചു. അത് വലിയ പ്രശ്നമായി. പ്രിൻസിപ്പൽ അവരെ സസ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ബത്തയ്ക്ക സമരം. ഷർട്ടെല്ലാം പെൺകുട്ടികളെ ഉടുപ്പെല്ലാം കളഞ്ഞിട്ട് ബത്തയ്ക്ക എന്ന് പറയാൻ തണ്ണിമത്തയ്ക്ക മുറിച്ച് കെട്ടിക്കൊണ്ട് ബത്തയ്ക്ക സമരമൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോൾ വനിതാ കമ്മീഷൻ അവിടെ കൗൺസിലിംഗ് ക്ലാസ് വെച്ചു. വനിതാ കമ്മീഷൻ കൗൺസിലറാണ് ഇപ്പോഴും. കൗൺസിലിംഗ് ക്ലാസ്സിൽ ഞാനാ പോകുന്ന സമയത്ത് ഇതുപോലെ കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് കോഴഞ്ചേരി വഴിയാണ്, റിസോഴ്സ് തിരുമേനിയുള്ള സമയമാണ്. തിരുമേനിയെടുത്ത് കയറി. തിരുമേനിയോട് ഞാൻ പറഞ്ഞു, ഫറൂഖ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവാ വനിതാ കമ്മീഷന് വേണ്ടി. എന്നാലും എൻ്റെ അടുത്ത് ചോദിച്ചു, LIC എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്. ഒരു കുഴപ്പവും വന്നില്ല. ഇതിനെയൊക്കെ വശത്താക്കാനുള്ള വഴി നമുക്ക് അറിയാമല്ല. അപ്പോൾ ഞാൻ ക്രിസ്തുവിന് വേണ്ടി വെച്ചു, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരുന്ന് പഠിച്ചാൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ഉടനെ പറഞ്ഞു, യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ അവർ അടങ്ങിയിരിക്കത്തില്ല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇടകലർന്നിരിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അടങ്ങിയിരിക്കത്തില്ല. മനസ്സിന്റെ നിയന്ത്രണം തെറ്റുപോകും. അതുകൊണ്ട് സൗഹൃദം ആണും പെണ്ണും തമ്മിൽ ഏത് പ്രായത്തിലും സൗഹൃദത്തിന് യാതൊരു കുഴപ്പമില്ല. അതിന് വിടാതിരുന്നാൽ മതി. വിശ്വാസത്തിനുമേയുടെ വാക്കിൽ പറഞ്ഞാൽ അടങ്ങിയിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ DYSP വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ പോയി രാത്രി.
അവർക്ക് ഇടുങ്ങിയ ഇടവഴിയിലേക്കാണ് കയറിപ്പോണ്ടത്. അവിടെ അദ്ദേഹം പോലീസ് ജീപ്പിലല്ല, അദ്ദേഹത്തിന്റെ കാറിലാണ് വന്നത്. പ്രൈവറ്റ് വണ്ടിയാണ്. മഫ്തിയിലാവുന്ന വേഷം കൊണ്ടും അറിയത്തില്ല. വണ്ടി അവിടെ ഇട്ട് കയറിപ്പോയി. ഒരു ഇടുങ്ങിയ റോഡാണ്. ഇത് പത്രത്തിലും ടി വിയിലും എല്ലാം വന്ന വിവാദം ഉണ്ടായ വിഷയമെല്ലാം അറിയും, പറഞ്ഞു വരുന്നതൊക്കെ മനസ്സിലാവും. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ഓൺലൈനിൽ സാധനങ്ങൾ കൊണ്ട് ഡിസ്ട്രിബ്യൂഷന് പോയ, അങ്ങനെ അവൻ ജീവിക്കുന്നത്. രാവിലെ പോയതാ, ഭാര്യയും 1.5 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. രാവിലെ മുതൽ അവൻ അറിഞ്ഞ് പ്രഭാത ഭക്ഷണവും കഴിക്കാതെ, ഉച്ചയ്ക്ക് ആഹാരവും കഴിക്കാതെ, വെള്ളമോ കയ്യിൽ കിട്ടിയതോ ഏതാണ്ടൊക്കെ കഴിച്ചുകൊണ്ട് സനൽ എന്ന 23 വയസ്സുകാരൻ ഒരു ആൾട്ടോ കാറിൽ വരുന്നു. രാത്രി 9 മണിയായി. ഡിവൈഎസ്പിയുടെ കാറ് പാർക്ക് ചെയ്തതിന്റെ ഫ്രണ്ടിൽ ഈ വണ്ടി കൊണ്ടിട്ട്, വേറെ ഇടമില്ല, ഹൈവേ ആണ്. തൊട്ടടുത്ത ഹോട്ടലിൽ കയറാൻ വേണ്ടി. അപ്പോൾ അവന് ആഹാരം കഴിക്കാൻ ഇരിക്കുന്നത് ഈ വണ്ടി കിടക്കുന്ന സ്ഥലം നോക്കിക്കൊണ്ടാണ്. കാരണം മുന്നിൽ കിടക്കുന്ന എന്നോവയുടെ ആൾക്കാർ വരുമ്പോ എനിക്ക് മാറ്റി കൊടുക്കണം ഈ ആൾട്ടോ. അങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്നാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കാനുള്ള പലഹാരം വാങ്ങിച്ചു കിട്ടി. കുഞ്ഞ് കാത്തിരിക്കുക വീട്ടിൽ. അച്ഛൻ ഇപ്പൊ വരും, പലഹാരവും കൊണ്ടുവരും. ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത്, അമ്മയ്ക്ക് കൊടുക്കാനുള്ളതെല്ലാം, പലഹാരങ്ങളെല്ലാം വാങ്ങിച്ച് പാഴ്സൽ ചെയ്ത് വെച്ചിട്ട് ഇവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ ഡിവൈഎസ്പി ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന വഴി പരിസരം നോക്കാതെ കോപാകുലായി കാത്തി ജ്വലിച്ചുകൊണ്ട് അവിടെ നിന്ന് തെറി വിളിക്കുകയാണ്. അന്നത്തിന്റെ മുമ്പിൽ എന്നാൽ മഹാരാജാവ് വന്നാലും എഴുന്നേക്കരുതെന്ന്. പക്ഷെ സനൽ എഴുന്നേറ്റ് പോയി, കാരണം വണ്ടി മാറ്റി കൊടുക്കണ്ടേ. പലഹാരം പൊതി അവിടെ വെച്ചിട്ട് കൈ കഴുകിട്ടവൻ ഓടിച്ചെന്ന് വണ്ടി മാറ്റി കൊടുക്കാൻ കൊണ്ട് എന്ന പാട്ടെ അവന്റെ നേരെ ജ്വലിച്ച് ചാടി വർത്തമാനം പറഞ്ഞ് ഭയങ്കരമായിട്ട് തെറിയും പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞു, സാർ ഞാൻ മാറ്റിത്തരാം, ആഹാരം കഴിക്കായിരുന്നു, ഇപ്പൊ മാറ്റിത്തരാം. അയാൾ കേൾക്കത്തില്ല. പിന്നെയും തെറി പറയും. ഏതൊരു മനുഷ്യനും കുറെ പറയുമ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യല്ലോ. അളമുട്ടിയ ചേരയും കടിക്കും നമ്മൾ പറയില്ലേ. അവൻ തിരിച്ചു പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ കോപാകുലെ തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടായി. അവസാനം ഡിവൈഎസ്പി 23-കാരൻ സനലിനെ പിടിച്ചു തള്ളി. അവൻ ചെന്ന് നെഞ്ചടിച്ചു വിടുന്ന ഹൈവേയിലാണ്. കന്യാകുമാരിയിൽ പാഞ്ഞു വന്ന ഇന്നോവ കാറ് ഈ 23 വയസ്സുകാരന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങി. സ്പോട്ട് ഡെഡ്. ഡിവൈഎസ്പി നാടുവിട്ടു. കേരള പോലീസ് അന്വേഷിച്ചു. കേരളത്തിൽ, തമിഴ്നാട്ടിലും കർണാടകയിലും അന്വേഷിച്ചു. കിട്ടിയില്ല. 5-ാമത്തെ 6-ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ നാട്ടിൽ പാരിപ്പള്ളിയിൽ വീടിന്റെ തൊട്ടുമുള്ള കളിയിൽ ഡിവൈഎസ്പി കെട്ടിത്തൂങ്ങി മരിച്ചു. ഒരു കോപം കൊണ്ടങ്ങോട്ടു ചടിയാൽ ഇരുകോപം കൊണ്ടിങ്ങോട്ടു പോരാമോ. ക്രോധാത് ഭവതി സമ്മോഹ. സമ്മോഹ സ്മൃതി വിഭ്രമ. സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ. ബുദ്ധിനാശ പ്രണശ്യതി. വിവേകം നഷ്ടപ്പെട്ടു പോകും, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും, അവൻ തന്നെ നശിച്ചു പോകും. ഈ ഒരു മനുഷ്യന്റെ കോപം കാരണം 2 കുടുംബങ്ങൾ അനാഥമായി. ടിവിയിൽ പിറ്റേന്ന് ആ കുഞ്ഞിങ്ങനെ കാത്തിരിക്കുന്ന ചിത്രമൊക്കെ കണ്ട് കണ്ണുനീർ ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞത് ഓർക്കുമ്പോൾ തന്നെ വിഷമമാണ്. ആ കുഞ്ഞ് കാത്തിരിക്കുക, അച്ഛൻ വരുമെന്നും പറഞ്ഞു. അച്ഛൻ മരിച്ച കാര്യം അതിനറിയത്തില്ല. 1.5 വയസ്സുള്ളൂ. ചെറുപ്പക്കാരിയെ ഭാര്യ വിധവയായി. ആ കുടുംബം അനാഥമായി. ഡിവൈഎസ്പിയുടെ കുടുംബം അനാഥമായി. ഡിവൈഎസ്പിയുടെ കാറും ഈ സനലിന്റെ ആൾട്ടോ കാറും, അതിനെ ഓടിച്ചിരുന്ന ഡിവൈഎസ്പി സനലിന് വല്ല എടുത്തു മാറ്റിയത്, പോലീസുകാരെ എടുത്തു മാറ്റിയത്. ഇറങ്ങി വന്നപ്പോ ഒന്ന് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി, ഡേ വണ്ടി മാറ്റിത്താടെ, സാർ ഞാനിപ്പം മാറ്റിത്തരാം, തീർന്നു. ക്രോധാത് ഭവതി സമ്മോഹ. ഒന്ന് ക്രോധം, രണ്ടാമത് കാമം, ക്രോധം, ലോഭം, അത്യാർത്തി, പിശുക്കത്തരം. ഇതെല്ലാം മനസ്സിലുണ്ടാകുന്ന വൈകല്യങ്ങൾ വേറെ. ഇനി ഭഗവത്ഗീത എക്കോളജിയുടെ സയൻസാണ്. ഞാനിപ്പോ അവതരിപ്പിക്കുന്നില്ല, ശ്ലോകം മാത്രം പറയാം. ഇന്ന് എക്കോളജി, സന്തുലിതാവസ്ഥ, പ്രകൃതി സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമല്ലേ. അന്നം മുട്ടാൻ പോവുകയാണ്. ഇപ്പൊ ആന്ധ്രയിൽ നിന്ന് അരി വരുന്നതുകൊണ്ട് നമ്മൾ കഴിച്ചു കിടക്കുന്നത്. അന്നം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അന്നാ ഭവതി ഭൂതാനി പർജന്യാ അന്ന സംഭവ. പർജന്യോ യജ്ഞം കൊണ്ട്, യജ്ഞാ ഭവതി. പേര് പറഞ്ഞില്ലേ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യണം, അവസാനിപ്പിക്കുന്നത്. അപ്പോ അന്നം കിട്ടണമെങ്കിൽ
അന്നാത് ഭവതി ഭൂതാനി. സർവ ജീവജാലങ്ങൾക്കും അന്നം വേണം. സിംഗിൾ സെൽ ബാക്ടീരിയക്ക് വേണം, കൊറോണ വൈറസിന് അന്നം വേണം, അമീബയ്ക്ക് അന്നം വേണം. അന്നമില്ലാതൊരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല. അന്നാത് ഭവതി ഭൂതാനി പർജന്യാത് അന്ന സംഭവ. മഴ കൊണ്ടേ അന്നം കിട്ടത്തുള്ളൂ. മഴ ഉണ്ടാകേണ്ടി വേണം. യജ്ഞാത് ഭവതി പർജന്യോ. യജ്ഞ കർമ്മ സമുദ്ഭവ. കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ മഴ പെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന ശ്ലോകം, അതിൽ തുടർന്ന് വരുന്ന പല ശ്ലോകങ്ങളുണ്ട്. അതിലെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത്. ബാലഗോകുലത്തിന്റെ 2024 സംസ്ഥാന സമ്മേളനം നടത്തി നമ്മുടെ ഇവിടെ വെച്ചാണ്, കടമനിട്ട് വെച്ചാണ്. ഹരിദാസ് ജിയൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ പ്രസിഡന്റ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നിരുന്ന വിഷയം ശ്രീകൃഷ്ണനും പരിസ്ഥിതിയും എന്നാണ്. അന്ന് ഞാൻ ഈ വിഷയമൊക്കെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കൂടുതൽ പറയുന്നില്ല. പ്രകൃതിയെ സ്നേഹിക്കുക, മരങ്ങളെ നടുക, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ എത്ര മാനവിക വിഷയങ്ങൾ പഠിപ്പിക്കുന്നു ഭഗവത്ഗീത. അതിന്റെ കാലരസതന്ത്രവും ചേർന്ന് ഇത്ര നേരം സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. 9:10. 9 മണി വരെയാണ് നമ്മുടെ സദസ്സിന്റെ ഡ്യൂറേഷൻ. സമയക്രമം പാലിക്കാൻ ഹരിദാസ് ജി എന്നോട് പറഞ്ഞിരുന്നത്, അതുപോലെ രാജ്കുമാർ പറഞ്ഞതും, പിന്നെ നമ്മുടെ സ്വാഗതം അദ്ദേഹം പറഞ്ഞതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്ര മണി വരെ പറയാൻ കഴിഞ്ഞപ്പോൾ എത്രയായാലും കുഴപ്പമില്ല, 9 മണി സാധാരണ വയ്ക്കുന്നത്, എത്ര എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ കിട്ടിയാൽ ഞാൻ ആ സൗജന്യം കൂടുതൽ കയറി മുതലെടുക്കരുത്, അല്ലേ? 9 മണിക്ക് നിർത്തുന്ന സദസ്സ് ഞാൻ 9 മണിക്ക് തന്നെ നിർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടാമതും ഒരിക്കൽ കൂടെ ഈ പവിത്രമായ സമ്മേളനത്തിൽ, ചരിത്രപ്രസിദ്ധമായ ഇതിഹാസ സമാനമാണ് ഇവിടുത്തെ സമ്മേളനം. ഈ സമ്മേളനം അറിയാത്ത ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ചെറുകോൽപ്പുഴ സമ്മേളനം അറിയാത്തവരായി ഒരു മലയാളികളും ഇല്ല. ലോക പ്രശസ്തമാണ്. ഇതിന്റെ വീഡിയോകളും എല്ലാം ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ആത്മീയ പ്രഭാഷകന്റെയും ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ് ഈ വേദിയിൽ ചെറുകോൽപ്പുഴയിൽ പ്രസംഗിക്കാനുള്ളത്. അത് 2 പ്രാവശ്യം നിയോഗം ലഭിച്ചതിന് സർവശക്തനായ ആ സൃഷ്ടാവിന്, ഭഗവാന്റെ മുമ്പിൽ ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ പേര് പലപ്പോഴും 2 പ്രാവശ്യം നിർദ്ദേശിച്ച ഹരിദാസ് ജിയോട് നന്ദി പറയുന്നു. ആ നിർദ്ദേശിക്കുമ്പോൾ അങ്ങനെ തന്നെ ഏറ്റെടുത്ത് അത് നടത്താൻ തയ്യാറായ ഇപ്രാവശ്യത്തെ പ്രാരംഭ ദിവസത്തിന്റെ പ്രാരംഭ പ്രഭാഷണത്തിൽ എന്നെ തിരഞ്ഞെടുത്തതിനുള്ള അഗൈതവുമായ നന്ദി. അടിയന്റെ കടപ്പാട് എത്ര പറഞ്ഞാലും തീരുകയില്ല. ശിവരാത്രിക്ക് ഏതോ ക്ഷേത്രങ്ങളിൽ പ്രസംഗിക്കേണ്ടതാണ്. എവിടെങ്കിലുമൊക്കെ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിലാണ് ശിവരാത്രി നേരത്തെ ബുക്കിംഗ് ആയി പോകുന്ന പരിപാടികളാണ്. ഈ ശിവരാത്രി സാർത്ഥകമായിരിക്കുന്നു. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ കൃതാർത്ഥത അറിയിക്കാനുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്യരോടാണ്. കേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകരില്ലെന്ന്. നിങ്ങളാണ് എൻ്റെ പ്രചോദനം, നിങ്ങളാണ് എൻ്റെ ശക്തി. നിർനിമേഷമായി കേട്ടിരുന്നു. ആ ഇരുന്നവരാരും തന്നെ ഇരുന്നിടത്തൊന്ന് ചലിച്ചിട്ടില്ല. ഒരേ ഇരിപ്പിരുന്ന് കേൾക്കുന്ന, വളരെ ദൂരെ നിന്നും വന്നിരിക്കുന്ന, ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെ വന്നിരിക്കുന്ന, സോമൻ ചേട്ടനൊക്കെ ബോംബെയിൽ നിന്ന് വന്നിട്ട് വിശ്രമിക്കുക പോലും ചെയ്യാതെ കുടുംബസഹിതം എത്തിയിരിക്കുന്ന അവരോടൊക്കെയുള്ള നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ച് അടിയൻ്റെ വർത്തമാനത്തിലോ അടിയൻ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണമെന്ന പ്രാർത്ഥനയോട് സവിശേഷമായ പരിഗണനയ്ക്ക് സാദരം സമർപ്പിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു.